അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൂഫ് പോയിന്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അൽഹംദുലില്ലാഹ് പ്രൂഫ് പോയിന്റിൻ്റെ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാന്യായ ഫൈസൽ മൗലവി, അതുപോലെ തന്നെ ബഹുമാന്യായ അബൂബക്കർ സൽഫി എന്നിവരാണ്. വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലേക്കാണ് ഇന്ന് പ്രൂഫ് പോയിന്റ് വെളിച്ചം വീശുന്നത്. ഇൻഷാ അല്ലാഹ് നേരിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇസ്തിആനത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ ദിവസവും എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ വഖത്തിലും എല്ലാ റക്അത്തിലുമെല്ലാം നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്താണ്. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ചർച്ചകൾ നമ്മൾ കാണുകയാണ്. അള്ളാഹുവിനോട് മാത്രമുള്ള ഈ ഇസ്തിആനത്ത്, അതിൽ ചിലരെയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു, അതിന് ചില ആയത്തുകൾ തെളിവാണ് എന്നുള്ള രൂപത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സംസാരത്തിൻ്റെ ഒരു ശകലം അത് കേട്ട ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു ക്ലിപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടം ശിർക്കാണ്, മതത്തിലെ പൊതു നിയമമാണത്. ആ നിയമത്തിൽ നിന്നൊരു ഇസ്തിസ്ന, ഒരു എക്സംഷൻ ഉണ്ടാവണമെങ്കിൽ ആയത്ത് തെളിവ് വേണം, സ്വഹീഹായ ഹദീസ് തെളിവ് വേണം, അല്ലെങ്കിൽ പറ്റില്ല. ഏതുപോലെ ഞാൻ നാടുനീളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ലളിതമാണ്. അതൊന്നും കേൾക്കാതെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഒരു വാചകം പറയട്ടെ. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു മതത്തിന്റെ പൊതു നിയമമാണ്. നോമ്പ് യാത്രക്കാരന് നിർബന്ധമുണ്ടോ? ഇല്ല. രോഗിക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. എന്താ കാരണം? യാത്രയാണോ? അല്ല. രോഗമാണോ? അല്ല. പിന്നെ എന്താ കാരണം? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ രോഗിയോ യാത്രക്കാരനോ അത്രയും ദിവസം മറ്റു മാസങ്ങളിൽ നോമ്പ് നോച്ചു വീട്ടിയാൽ മതി. ഇതുപോലെ വയ്യാക നസ്തഈൻ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്, മനുഷ്യൻ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്, മലക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്, ആരോട് ചോദിച്ചാലും ശിർക്കാണ്. തെളിവില്ലെങ്കിൽ അല്ലാഹു നമുക്ക് തെളിവ് നൽകി, വിശുദ്ധ ഖുർആനിന്റെ തെളിവ് നൽകി. അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മറ്റു മനുഷ്യനോട് സ്വന്തം കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അത് അനുവദനീയമാണെന്ന് പറഞ്ഞത്. ഇത് അഴിഞ്ഞിലം സമ്മേളനത്തിലെ ബഹുമാനായ അബ്ദുറഹ്മാൻ സൽഫിയുടെ ഒരു സംസാരത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ അദ്ദേഹം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനെ വിശദീകരിക്കുകയാണ്. മറ്റ് ചില ആയത്തുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയതും അതിൽ ചില ഇസ്തിസ്നാകൾ നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ച കൊണ്ടുവന്ന് അതൊരു ഉദാഹരണമായി എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാ സഹായതേട്ടങ്ങളും മനുഷ്യരോട് ചോദിക്കുന്ന അവരുടെ കഴിവിൽപ്പെട്ട സഹായതേട്ടങ്ങൾ തന്നെയും അത് ശിർക്കാകുമായിരുന്നു. പക്ഷേ ഇന്ന ആയത്തുകൊണ്ട് അത് പിന്നെ ശിർക്കല്ലാതാക്കി തീർത്തു. അള്ളാഹു അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ സഹായം അത് അനുവദനീയമാകുന്നു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഫൈസൽ മൗലവി ഒന്ന് വിശദീകരിക്കും. യഥാർത്ഥത്തിൽ വളരെ അപകടം പിടിച്ച, ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റാത്ത ഒരു സമർത്ഥനമാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ നിർവഹിച്ചത്. ഈ സംസാരത്തിൽ 2012 അഴിഞ്ഞിലം സമ്മേളനം നടക്കുന്നത്. 2012 പ്രത്യേകതയുള്ളത് 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപിത കാലം മുതൽ 100 കൊല്ലം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച സമ്മേളനമാണ് അഴിഞ്ഞിലം സമ്മേളനം. യഥാർത്ഥത്തിൽ 100 കൊല്ലം പറഞ്ഞ തൗഹീദ് ഇത്തരം ആളുകൾ അട്ടിമറിച്ചതും 2012 തന്നെയാണ്. ആ അട്ടിമറിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്റം. 2012 മുമ്പ് KNM വേദിയിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനെ പ്രസംഗിച്ച് നമ്മൾ കേൾക്കില്ല എന്ന് മാത്രം ഇവിടെ സമസ്തക്കാർ മുമ്പേ പറയുന്നത് സഹായത്ത അല്ലാണ്ട് മാത്രമൊന്നുമല്ല, അല്ലാത്തതുമാകാം. നമ്മളും സമസ്തക്കാർ നമ്മൾ ഏറ്റവും വലിയ തർക്കം തന്നെ മാത്രം എന്ന പോയിന്റിലായിരുന്നു. അതെ,
ഇവിടെ മുസ്തഫ ഫൈസി ഖുർആൻ പരിഭാഷ ഇറക്കുകയും അതിൽ മാത്രം ഒഴിവാക്കിയതിന് നാടുനീളെ നമ്മളത് എടുത്തുദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇസ്ലാമിൻ്റെ അസ്ലാണ്, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നുള്ളത്. അതിൽ നിന്ന് ഒരാളും ഒഴിവില്ല, ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല, ഒഴിവാക്കാൻ പറ്റുകയുമില്ല. അതിൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കി അവരോടും പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമില്ല, മാത്രം പോയി. ഇത് 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം തർക്കമില്ലാതെ പറഞ്ഞു പോകുന്ന ഒരു ബേസാണ്. ആ ബേസിനെ തന്നെ അട്ടിമറിച്ചു ഇവിടുത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി, തൗഹീദ് നിർവചനം മാറ്റാൻ വേണ്ടി, ഈ 100 കൊല്ലം പറഞ്ഞ വസ്തുതകൾക്ക് നിരക്കാത്ത പുതിയൊരാശയം സ്ഥാപിക്കാൻ വേണ്ടി 2012 സംഘടനയുടെ പേരിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ആദർശത്തിൽ അട്ടിമറി നടത്തി. ആ അട്ടിമറിയുടെ അടിസ്ഥാനമാണ് ഈ ഒരു പ്രസംഗം. അദ്ദേഹമാണ് ആ പ്രസംഗം ഈ ആശയം ഇവിടെ ആദ്യമായി ഇവർക്ക് പരിചയപ്പെടുത്തിയത്. അതിനു മുമ്പ് സംഘടന പാടില്ല എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഇതേ ആശയം ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതേ ആശയമാണ് പിന്നീട് അബ്ദുറഹ്മാൻ സലഫിയിലൂടെ നമ്മളിവിടെ കേട്ടത്. അത് എത്ര വലിയ അപകടമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ, ഒന്ന്, അദ്ദേഹം ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്ത് പ്രകാരം സഹായാർത്ഥന അള്ളാഹിനോട് മാത്രം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം അർത്ഥിച്ചാലും അതെല്ലാം ശിർക്കാണ്. കാരണം ഈ ആയത്തിന് എതിരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, മനുഷ്യനോട് നടത്തുന്ന സഹായാർത്ഥന പോലും ശിർക്കാണ് ഈ ആയത്ത് പ്രകാരം എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് ഒഴിവാകാൻ തെളിവുണ്ടായി. ഏതുപോലെ? നോമ്പിൻ്റെ വിഷയത്തിൽ വന്നതുപോലെ. അത് മറ്റൊരു അപകടമാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ ആയത്തിറക്കി. ഈ ആയത്ത് പ്രകാരം എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. അത് രോഗിയെന്നോ യാത്രക്കാരെന്നോ ഒരു ഇളവുമില്ല. പിന്നീട് യാത്രക്കാരും രോഗിക്കുമൊന്നും നോമ്പ് ആവശ്യമില്ല, പിന്നീട് നോറ്റാലും മതി എന്ന് നമ്മൾ പറയുന്നു. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്നതുപോലെ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ എന്നോട് മാത്രം സഹായം തേടുന്നു. പക്ഷെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നിങ്ങൾക്ക് തമ്മിൽ സഹായം തേടാം, അതുകൊണ്ട് ഇനി ആ മാത്രം ആവശ്യമില്ല എന്നാണ് ഇതിനർത്ഥം. ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. മറ്റേ ആയത്ത് കൊണ്ടോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമില്ല, യാത്രക്കാരല്ലാത്ത രോഗിയല്ലാത്ത മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമുള്ളൂ എന്ന് വന്നു. എന്നതുപോലെ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നായിരുന്നു ആദ്യകാലത്തെ അർത്ഥം. വതഅവന ബിർരി വത്തഖ്വ എന്ന ആയത്തോടു കൂടി ഇനി അള്ളാഹു നിന്നോടും അതേപോലെ മനുഷ്യന്മാരോടും സഹായം തേടുന്നു എന്നാവും അപ്പോൾ അർത്ഥം. അപ്പം മാത്രം എന്നത് ഇല്ലാതായി. അഥവാ തൗഹീദിൻ്റെ അസ്ൽ തന്നെ ഇതോടുകൂടി പൊളിഞ്ഞു പോയി. ഇതിൽ വരുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ ഏറ്റവും ചുരുക്കുമ്പോൾ 4 പോയിന്റിൽ പറയാം. ഒന്ന്, ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. അത് ഏത് കാലത്തും എല്ലാ കാലത്തും അല്ലാഹുവോട് മാത്രം നിർവഹിക്കേണ്ടുന്ന ഇസ്തിആനത്താണ്. അതിൽ നിന്ന് എക്സെപ്ഷൻ കേസ് ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദിൽ നിന്നാണ് ഇവിടെ എക്സെപ്ഷൻ കേസ് കൊടുക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവില്ല, അതോട് മാത്രമില്ലാതായിപ്പോയി. രണ്ടാമത്, അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ആയത്തിന്റെ സ്ഥാനത്തിൽ മനുഷ്യർ പരസ്പരം സാധാരണ കാലത്ത് സഹായം ചോദിച്ചാൽ പോലും അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. എന്നാൽ സൂറത്ത് ഫാത്തിഹ മക്കിയാണ്. വതഅവന ബിർരി വത്തഖ്വ എന്ന ആയത്താവട്ടെ സൂറത്ത് മാഇദയിലാണ്. അത് മദനിയാണ്. മദനിയാണ് എന്ന് മാത്രമല്ല ഏതാണ്ട് അവസാന കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ അധ്യായം കൂടിയാണ് ഈ ഒരു അധ്യായവും ഈ ആയത്തുകളുമൊക്കെ. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ മനുഷ്യർ തമ്മിൽ സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളോ ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ചെയ്താൽ പോലും ശിർക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു 10 രൂപ കടം ചോദിച്ചാൽ ശിർക്കായിരുന്നു. അതേപോലെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചോദിച്ചാൽ ശിർക്കായിരുന്നു. ഇതെല്ലാം ശിർക്കായിരുന്നു. എന്നാൽ മദീന കാലഘട്ടത്തിൽ അവസാന വർഷങ്ങളിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു ഇതിൽ ഒരു ഇളവ് നൽകി എന്നൊരു ആയത്തിറക്കി, നിങ്ങൾ തമ്മിൽ ചോദിക്കാം. അതോടുകൂടി അത് പിന്നെ ശിർക്കല്ലാതായി മാറി. അപ്പോൾ അതുവരെ ശിർക്കായ കാര്യം ഈ ആയത്തോടു കൂടി ശിർക്കല്ലാതായി. അപ്പോൾ ശിർക്കിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു എന്ന് വരും. മാത്രമല്ല ഇവിടെ മനുഷ്യ കഴിവിൽപ്പെട്ടത് അല്ലാത്തത് എന്നൊന്നും ആയത്തിലില്ല. വതആവനൂ അലൽ ബിർരി വത്തഖ്വ എന്നല്ലേ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക സഹകരിക്കുക എന്നാണ് ഉള്ളത്. സഹായം തേടലുമല്ല, അത് മറ്റൊരു വിഷയം. മൂന്നാമത് വതആവന ബിർരി വത്തഖ്വ എന്ന ആയത്ത് എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരോടും സഹായം ചോദിക്കാം എന്നതിന് തെളിവല്ല. ഈ ആയത്തൊരിക്കലും മനുഷ്യന്മാർ തമ്മിൽ നടക്കുന്ന സഹായാർത്ഥനയെക്കുറിച്ചേ അല്ല. ഇത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അല്യോ അക്മൽതുലക്കും ദീനക്കും എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുമുള്ളത്. അവിടെ മുഅ്മിനീങ്ങൾക്ക് ദീന് പൂർത്തിയാക്കി, ഇസ്ലാം പൂർത്തിയായി, ഇനി നിങ്ങൾ അവിശ്വാസികളെയും മറ്റും ഭയപ്പെടേണ്ടതില്ല. അല്യോ ഇസ്രായേൽ കഫറു മിൻ ദീനിക്കും, അവർക്ക് നിങ്ങൾ കാലത്ത് നിരാശപ്പെട്ടു പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടത്, നിങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക
എന്ന് വതആവനു എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്, അതെ, മൊത്തം മനുഷ്യന്മാരോടല്ല. അപ്പം മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമൊക്കെ നന്മയിലും പുണ്യത്തിലുമൊക്കെ സഹായിച്ചും സഹകരിച്ചും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്നാണ് ആയത്തിൻ്റെ ആശയം. അതുപ്രകാരം മുഅ്മിനല്ലാത്തൊരാൾ സഹായം ചോദിച്ചാലോ അത് ഈ ആയത്തിൽ പെടില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുമില്ല. ഇവരെ വാദം ശരിയാണെങ്കിൽ വയ്യാക്ക നസ്തഈൻ എന്ന ആയത്തിൽ നിന്ന് ഇസ്തിസ്നായാണ് ഒഴിവാക്കി പറഞ്ഞാണ് ഈ ആയത്ത് എങ്കിൽ മുഅ്മിനീങ്ങളെ മാത്രമാണ് ഒഴിവാക്കിയത്. അപ്പോൾ അവിശ്വാസികളോടോ കപടന്മാരോടോ യഹൂദികളോടോ നസ്രാനികൾക്ക് സഹായം ചോദിക്കലോ സാധാരണ വിഷയത്തിലാണെങ്കിൽ പോലും ശിർക്ക് തന്നെയാണ് എന്ന് വരും. നാലാമത് ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം എന്താണ്? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റത്തിലും ശത്രുതയിലും പരസ്പരം നിങ്ങൾ സഹകരിക്കരുത് എന്നാണ്. അഥവാ അത് ഒഴിവാക്കിയിട്ടില്ല എന്നർത്ഥം. ഇവർ പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ അത് പ്രത്യേകം അത് എടുത്തു പറഞ്ഞു. തആവനു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്തിസ്ന ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ എടുത്തു പറഞ്ഞു ഇത് പറ്റൂല. അപ്പോൾ ഒരു തെറ്റായ കാര്യത്തിന്, ദോഷകരമായ കാര്യത്തിന്, ഹറാമായ കാര്യത്തിനൊക്കെ ഒരാൾ സഹായം ആവശ്യപ്പെട്ടാലോ ശിർക്കായി മാറും. അത് ഇസ്തിസ്ന ഇല്ല എന്നല്ലേ വരിക. അപ്പോൾ ഒരാളോട് മദ്യപിക്കാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വ്യഭിചരിക്കാൻ ഒക്കെ മറ്റൊരാളോട് സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ മോഷ്ടിക്കാൻ പോകുന്നു, എൻ്റെ ബൈക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹറാമായ സംഗതിക്ക്, തെറ്റായ കാര്യത്തിൽ പരസ്പരം സഹായം ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാണ് എന്നാണ് വരിക. അപ്പം അത്രയും വലിയ അപകടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വ്യാഖ്യാനം വഴി എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതൊരിക്കലും അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. 100 കൊല്ലം പറഞ്ഞു വന്ന ഒരു ബേസിനെ അട്ടിമറിച്ച് ഒരു പുതിയ നിർവചനം സ്ഥാപിച്ച് മനുഷ്യ കഴിവിനപ്പുറമുള്ളതൊക്കെ വിവാദത്താണ്, അതെല്ലാം ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തെളിവുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കുരുട്ട് ബുദ്ധി മാത്രമാണ് ഇത്. അപ്പോൾ ഇതിലൂടെ സ്ഥാപിച്ചത് എന്താണ്? മനുഷ്യന്മാർ ചോദിക്കാൻ അതിനെ ഒഴിവാക്കി തന്നു, അപ്പോൾ ചോദിക്കാം എന്നതുപോലെ ജിന്നോട് ചോദിക്കാം എന്ന് എവിടെയും ആയത്തില്ല, ഹദീസില്ല. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണ്. ജിന്നോട് ചോദിക്കാൻ ആയത്തുണ്ടാവില്ലല്ലോ, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അത് എവിടെയും ആരും ജിന്നോട് ചോദിക്കാമെന്നോ ചോദിക്കണമെന്നോ ഒരാളും ഒരു ആശയമായി പഠിപ്പിക്കുന്നുമില്ല. പക്ഷെ ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും ശിർക്കാണെന്ന് പറയാൻ വേണ്ടി അട്ടിമറിക്കുകയാണ്. ഇവിടെ 3 ആയത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുകയാണ്. ഒന്ന് വയ്യാക്ക നസ്തഈൻ എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല അതിലെ മാത്രം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. 2 വതആവനു ബിൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. മുഅ്മിനീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും ജീവിക്കണം എന്ന് പറഞ്ഞതിനെയാണ് ഈ തരത്തിൽ കൊണ്ടുപോയത്. 3 കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുന്ന ആയത്തിനെ അസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തി. അവിടെ നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിനെ അക്കീദയിൽ കൊണ്ടുവന്നിട്ട് അത് ഒരിക്കലും അതിൽ ഉദ്ദേശിക്കപ്പെടും പോലും ചെയ്യാത്ത ഒരു ആശയ തലത്തിലേക്കാണ് ആ ആയത്തിനെ ഇവിടെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് ഈ വാദത്തെ സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നത്. അത്രയും വലിയ അപകടത്തിലാണ് യഥാർത്ഥത്തിൽ ഇതുവഴി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു വിശ്വാസിക്കും ഹൃദ്യസ്ഥമായ ആശയം വശമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു അധ്യായമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളും നമ്മൾ പാരായണം ചെയ്യും. ഇത് അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അതിലാണ് പിന്നെ ഈ ഒരു മാറ്റത്തിരുത്തൽ, ഈ അടിസ്ഥാനം തന്നെ മാറ്റുന്ന രൂപത്തിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ആയത്ത് മറ്റൊരായത്ത് ഇറങ്ങിയപ്പോൾ അതുവരെ ശിർക്കായിരുന്ന ഒരു കാര്യം അതോടുകൂടി തൗഹീദായി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഗുരുതരമായ സംഗതിയാണ്. അബൂബക്കർ സലഫി ഒന്ന് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് പറയും. അല്ല, ഇതിലിപ്പോൾ എത്ര വലിയ അപകടം പറഞ്ഞ ഫൈസലും വലിയ ഇപ്പോൾ വിശദീകരിച്ചു. ഇങ്ങനത്തെ ഒരു അബദ്ധം അത് ഇസ്ലാമിനെ തന്നെ അട്ടിമറിക്കുകയാണ്. ഇസ്ലാമിൻ്റെ തൗഹീദിനെ അട്ടിമറിക്കുകയാണ് ഇവിടെ ചെയ്യണത്. കുറേ കാലം തൗഹീദ് ഒരു രൂപത്തിൽ, കുറച്ച് കഴിഞ്ഞാൽ തൗഹീദ് വേറൊരു ആയത്ത് നിന്നിട്ട് അത് മാറുക. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ അടിത്തറകൾ ഒരിക്കലും മാറൂല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുണ്ടല്ലോ, അൽ അംബിയാ ഇഖ്വത്തുൽ അല്ലാത്ത്, വ്യത്യസ്ത ഉമ്മമാരുടെ മക്കളാണ്, എന്നാൽ പിതാവ് ഒന്ന്. അഥവാ ഇസ്ലാമിൻ്റെ അടിത്തറകളൊക്കെ ഒന്നായിരിക്കും, ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. ശരീഅത്തിൽ വിധികളിലൊക്കെ ചില മാറ്റങ്ങളുണ്ടാകും, പക്ഷേ ഇത് അടിത്തറകളിൽ മാറ്റം ഉണ്ടെന്നറിയാം. അപ്പോൾ കുറേ കാലം തൗഹീദ് ഒരു രൂപത്തിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം വരുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാവും. ഇസ്ലാമിനെ തന്നെ അങ്ങോട്ട് തകർക്കുകയാണ്. മാത്രമല്ല എത്ര പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇതെങ്ങനെയാണ് മനസ്സിലാവാതിരിക്കുക? ഇതൊന്നും ഇവർ തിരുത്തിയിട്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ് ഈ അബദ്ധം. ഇതിനെപ്പറ്റി ഇപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു 104 ഗ്രന്ഥങ്ങൾ ഇറക്കി. ആ 104 ഗ്രന്ഥത്തിൻ്റെ ആശയം
3 ഗ്രന്ഥത്തിലേക്ക് ചുരുക്കി, തൗറാത്ത്, ഇഞ്ചീൽ, സബൂറിലേക്ക്. എന്നിട്ട് ആ 3 വിശുദ്ധ ഖുർആനിലേക്കാണ് കൊണ്ടുവന്നു അതിൻ്റെ പ്രധാന ആശയങ്ങളൊക്കെ. എന്നിട്ട് ഖുർആനിലുള്ള ആശയം ഫാത്തിഹ സൂറത്തിന് കൊണ്ടുവന്നു. ആ ഫാത്തിഹ സൂറത്ത് പിന്നെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ കൊണ്ടുവന്നു. ഇതിനു വേണ്ടിയാണ് ശരിക്ക് അള്ളാഹു നബിമാരൊക്കെ അയച്ച് ഇത് പഠിപ്പിക്കാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനമാണ് ഫൈസൽ അലി പറഞ്ഞ മാത്രം എന്നുള്ളത്. നിന്നോട് മാത്രം സായുന്നു, ആ മാത്രമാണ് ഇവിടെ കളഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം. അപ്പോൾ ഒരുപക്ഷെ ഇത് മുവാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ചപ്പം അള്ളാഹു കൊടുക്കുന്നൊരു ശിക്ഷയായിരിക്കും. ഇത് മാത്രമൊന്നുമല്ലല്ലോ. അപ്പോൾ ജിന്നുകളെ മലക്കുകളൊക്കെ അവരുടെ കഴിവ് കൂട്ടി അള്ളാഹുവിൻ്റെ കഴിവ് അവരെ മേലുണ്ട് ആരോപിച്ചിട്ട് അങ്ങനെയും ശിർക്കിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ എന്താ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മുവാഹിദുകളെ നേരെ ശിർക്ക് ആരോപിക്കുമ്പോൾ ഇത് തിരിച്ചടിക്കും. അതാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. എന്തായാലും അവരിത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമാണ് എന്നീ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ മാത്രവുമല്ല, യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ വതഅവന ബിൽ തഖ്വ എന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ സ്വഹാബിയും മറ്റു സ്വഹാബിയോടും ഒരു കാര്യത്തിലും ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. എത്രയോ സംഭവങ്ങൾ പാടില്ലായിരുന്നു. ഹിജറ പോയ സമയത്ത് പോലും ഇത്യോപ്യയിലേക്ക് പറഞ്ഞയക്കുന്നു, സഹായം ആവശ്യപ്പെടുന്നു, അവിടെ പോയി അഭയം തേടുന്നു, അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ഇതൊക്കെ ശിർക്കല്ലേ? അപ്പം അന്ന് ഒരു നബിയോ സഹാബിയോ ആരും ഒരു മനുഷ്യനോടും ഒരു സഹായം ചോദിക്കലില്ല, കടം ചോദിക്കലില്ല, വായ്പ ചോദിക്കലില്ല, ഒരു കൈ പിടിക്കാൻ പറയലില്ല. ഒക്കെ ശിർക്കായി മാറും. അപ്പം ഈ താഴ്ന്ന ആയത്തിറങ്ങുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാവും. ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇപ്പം അതിനൊരു ഇളവ് കിട്ടിയല്ലോ എന്നാണല്ലോ യഥാർത്ഥ സംഭവിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് സഹാബിമാർ ചോദിച്ച ഈ സഹായ ചോദ്യങ്ങളൊക്കെ ശിർക്കായിരുന്നു എന്നല്ലേ ഇതിലൂടെ യഥാർത്ഥത്തിൽ ഇവർ പറയാതെ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ മുവഹിദുകളുടെ നേരെ ശിർക്ക് ആരോപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മളിതിനെ മനസ്സിലാക്കണം. ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരു അസുല് തന്നെ പൊളിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് ഈ ഒരു ആരോപണം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിലിപ്പോൾ കാര്യമായി ഈ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ജിന്നിനോട് സഹായം തേടുന്നവരാണ് എന്ന് മുവഹിദുകളുടെ നേരെ ആരോപിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വിഷയത്തിൽ ജിന്നിനോടുള്ള ഇസ്തിആനത്ത് അല്ലെങ്കിൽ ജിന്നുമായിട്ടുള്ള ഇടപാടുകൾ ഇതിലൊക്കെ കുറേ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. രസകരമായ ചില സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ വിഷയം ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ജിന്നുബാധ. അപ്പോൾ ഒരു ബഹുമാനായൊരു സഹോദരൻ, അദ്ദേഹം ഒരു ഖത്തീബാണ്, പ്രഭാഷകനാണ്, പല വേദികളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം ഈ CD ടവർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന KNM-ന്റെ ഒരു സഹയാത്രികനും കൂടിയാണ്. അവരുടെ ഒരു ആളായിട്ട് ഉള്ള ഒരു ആളാണ് അൻസാർ നന്മണ്ട. ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് തന്നെ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഖുത്തുബയിൽ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു സംഗതി, ജിന്നുബാധ എന്നുള്ള ഒരു സംഗതി ഇല്ല, ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറുന്ന ഒരു അവസ്ഥയില്ല, അങ്ങനെ ജിന്നിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചില പ്രത്യേക സ്ഥാപിത താല്പര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതുപോലെ തന്നെ ചില സ്ഥാപിത താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് അദ്ദേഹം തിരുത്തുന്നു. ജിന്നുബാധ ഉണ്ട്, KJU എനിക്കത് തിരുത്തി തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു പാളയത്തിൽ നിന്ന് തന്നെ പാളയത്തിൽ പട ഉണ്ടാകുകയാണ്. അവിടെ പരസ്പരം ആദ്യം പറഞ്ഞതായിരുന്നു ശരി, മിമ്പറിൽ പറഞ്ഞതായിരുന്നു ശരി, തിരുത്താൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും തിരുത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പടലപ്പിണക്കങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ജിന്നിന്റെ ആളുകൾ അവരാണ് എന്ന് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന അവസ്ഥയ്ക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? പ്രാമാണികമായി ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അബൂബക്കർ സലഫി ഒന്ന് വിശദീകരിക്കും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിൻ്റെ പ്രസംഗം സൂചിപ്പിച്ചു. അദ്ദേഹം ഖുതുബയിലാണ് പറയുന്നത്, പിന്നെ ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധിക്കൂല, വസ്വാസം മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പിന്നെ ഉടനെ തന്നെ അതിന് തിരുത്തലും വരുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ അള്ളാഹ് കൊടുക്കണ ഓരോ തിരിച്ചടികളാണ്. കുറേ കാലം ഒരു ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഒരു കൂട്ടരെ മേലെ ഇങ്ങനെ ചാർത്തി ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു നല്ല കുട്ടിയായിട്ട് അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വല്ല ജിന്ന് ബാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം അതിന് ഉത്തരം കേട്ടാൽ ചോദ്യകർത്താവിനോ ജിന്ന് ബാധിക്കും എന്നാണോ പറഞ്ഞത്,
ബാധിക്കൂല എന്നാണോ പറഞ്ഞത്, ഒന്നും മനസ്സിലാവില്ല ആ രൂപത്തിൽ. കാരണം അവർ തിന്നുന്ന ആളല്ല എന്നൊക്കെ ഇങ്ങനെ വരുത്തിയിരുന്നു. അപ്പോൾ അള്ളാഹു തന്നെ നിങ്ങളെ അങ്ങനെ ഒഴിവാണ്ട, നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ആൾ. ഓരോ കൂട്ടരെ തലയിങ്ങനെ ഇട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണോ പ്രമാണം വന്നത് അത് മുഴുവൻ നമ്മൾ സ്വീകരിക്കുക. യാതൊരു അപകർഷബോധം നമുക്ക് ഉണ്ടാവില്ല. അതെന്താണോ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും വന്ന് അതെടുക്കും. പക്ഷേ ഈ സമയം ഇപ്പോൾ എല്ലാവരും ഇവരെ പറ്റി അത് ശരി നിങ്ങളും ഇപ്പോൾ അതിൻ്റെ ആളാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ വേറെ രൂപത്തിൽ നടന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ പണ്ട് എഴുതിയതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും അറിയാൻ തുടങ്ങി. അപ്പോൾ അതിൽ അവർ ചിലത് എഴുതിയത് ഞാൻ ഒന്ന് വായിച്ചു തരാം. ഇതിലിപ്പോൾ ജിന്ന് പിശാജ് റുഖിയ ഷറയ്യ എന്നൊരു പുസ്തകം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് ഒരു ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ അടിച്ചിറക്കിയൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ശരിക്ക് പിശാജിൻ്റെ ഉപദ്രവം വസ്വാസം മാത്രമല്ല, മറിച്ച് അത് ഭൗതികമായി തന്നെ ഉപദ്രവം ഉണ്ടാക്കും എന്ന് അവരെഴുതിയിട്ടുണ്ട്. അതിപ്പോൾ അവരുടെ ഔദ്യോഗിക ഇതാണല്ലോ, ജമിയത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ. അപ്പോൾ അതിൽ 1-2 വാചകങ്ങൾ. ഒന്നിങ്ങനെയാണ്: പിശാചിൻ്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കേവലം വസ്വാസം മാത്രമല്ല, ഭൗതികമായും പിശാച് ഉപദ്രവിക്കും. മറ്റൊരു വാചകം: പിശാച് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിശാച് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും എന്നതിന് പരിശുദ്ധ ഖുർആനിലെ വചനം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം വന്ന പിന്നെ അപ്പുറത്ത് വേറൊന്നുമില്ല. പക്ഷേ ഒരു കാലത്ത് ബൽക്കും ഇതൊക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 275-ാമത്തെ ആയത്തിൽ അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തു ശൈത്താനു മിനൽ മസ്, പലിശ തിന്നുന്നവൻ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. അപ്പോൾ പിശാച് ബാധ ഉണ്ടാകും, പിശാച് അവനെ മറിച്ചിടും, എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്ന രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിശാച് ബാധയുണ്ടാകും എന്ന് ഇതിലും പിന്നെ അവർ സമർത്ഥിക്കുന്നുണ്ട്. പിന്നെയും കുറേ ഞാൻ 1-2 സംഭവങ്ങൾ കൂടി ഇവർ കൊടുത്തില്ല. ചിലതൊക്കെ ഉണ്ട്, ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. അത് ചിലത് മാത്രം ഇവിടെ പറയാം. പിന്നെ പേജ് 50 പിന്നെ സംഭവം തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് പിന്നെ യഅ്ല ബിൻ മുറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് 3 അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ 1-ാമത്തെ കാര്യം അദ്ദേഹം കണ്ടത്, ഒരു സ്ത്രീ നബീൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നബി എൻ്റെ കുട്ടിക്ക് പ്രശ്നമുണ്ട്, ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് പിശാച് ബാധയെ പറയണേ. അപ്പോൾ നബി തിരുമേനി ആ കുട്ടീനെ ആവശ്യപ്പെട്ടു. നബിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ബിസ്മില്ല അന അബ്ദുള്ള ഇഹ്സ അദുവല്ല എന്നൊക്കെ പറയും. വേറെ റിപ്പോർട്ടിൽ ഉഹുർജ് അദുവല്ല, അള്ളാഹിൻ്റെ ശത്രു നീ പുറത്ത് പോകും. അപ്പോൾ ആ ഹദീസുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം പുറത്ത് പോകണമെങ്കിൽ ഉള്ളിലുണ്ടാണല്ലോ. അപ്പോൾ ആ ഹദീസ് ഇവർ ഇവിടെ അംഗീകരിച്ചു. ഇതുപോലെ വേറൊരു ഹദീസ് അത് ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിനും ചില പ്രശ്നമുണ്ട്. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും. അവ നബി തിരുമേനിയുടെ അടുത്ത് വന്നപ്പോൾ പിശാചാണ് എന്നിട്ട് പറഞ്ഞപ്പോൾ നബി തിരുമേനി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത് പിശാചാണ്, ഉഖ്റുജ് അത് അള്ളാഹിൻ്റെ ശത്രു നീ പുറത്തു പോ. അപ്പോൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ ഇത്രയും നമ്മളൊന്നും പറയാത്ത കുറേ രൂപത്തിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പിശാച് ബാധ പറഞ്ഞിട്ട് കുറച്ചും കൂടി അധികം പറയുന്നുണ്ട്. നമ്മളൊന്നും ഈ രൂപത്തിൽ അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഷെയ്ഖ് റബീൻ്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം. എന്താ ചോദിച്ചാൽ, പിശാച് ബാധിച്ചിട്ട് മനുഷ്യന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അസുഖം ബാധിച്ചിട്ട് പിശാച് ബാധിച്ചതാണ്. അതിങ്ങനെയാണ് അതിലുള്ള വാചകം. പിന്നെ ഷെയ്ഖ് അബ്ദുല്ലാൽ ഖർആവി ഞങ്ങളുടെ പ്രദേശത്ത് വന്നു. അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു. എന്തായിരുന്നെന്ന രോഗം? ജിന്ന് ബാധ. അപ്പോൾ ജിന്ന് ബാധിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയണില്ല. അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ചോദിക്കലുണ്ട്, ജിന്നിനെ കാണലുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഇവരിതാ ഓല് കണ്ടിട്ടുണ്ട് എന്നുള്ള ഇവരാണ് എഴുതണത്. ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന്, മരത്തുമ്മലും ജിന്ന്, ഈ രൂപത്തിൽ അവരെ പിശാച് കീഴടക്കിയിരുന്നു. ഇതിൽ എഴുതിയതിപ്പോൾ 58ാമത്തെ പേജിലാണ്. ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക, മരത്തുമ്മലും ജിന്നിനെ കാണുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുകൊണ്ട് ചട്ടയിലും കൊടുത്തിട്ട് തന്നെ ഇതേ കാര്യം ഈ ബുക്കിൻ്റെ ചട്ട വളരെ പ്രധാനപ്പെട്ട ഇതായത് കൊണ്ടല്ലേ ഇത് കൊടുക്കുക. അപ്പോൾ അതിലും തന്നെ ഷെയ്ഖ് അബ്ദുൽ അൽ ഖറാവിയെ പോലെയുള്ള പ്രബോധകർ സ്വീകരിച്ച രീതി നിങ്ങൾ സ്വീകരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ജനങ്ങൾ അധികവും ജിന്നുബാധ പോലുള്ള കാരണം വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. രാത്രി പുറത്തിറങ്ങിയാൽ വഴികളിലും മരങ്ങളിലും ജിന്നുകളെ കണ്ടുമുട്ടുമായിരുന്നു അത്രമാത്രം പിശാച് അവരെ കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോൾ പിശാച് ബാധയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര അതിര് കവിഞ്ഞിട്ടാണ് അവരിവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പിശാച് ബാധ അതുണ്ടോ? അതുണ്ട്. നബി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താൻ എജ്രി മിനൽ ഇൻസാനി മജറദ്ദമി, മനുഷ്യ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് പറഞ്ഞ തെളിവുകൾ പ്രമാണം കൊണ്ട് സൂറത്തുൽ ബക്കറയിൽ നമ്മൾ പറഞ്ഞു. ഇതിൽ ചില സംഭവങ്ങളുണ്ട്, വേറെയും സംഭവങ്ങളുണ്ട്. അവരുടെ പിശാച് ബാധ ഉണ്ടാകും. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു വിഷയം നമുക്ക് പറയാം, യാതൊരു മടിയും വേണ്ട, അപകർഷതാബോധം വേണ്ട. പക്ഷേ ഇവരിതൊക്കെ എഴുതി വെച്ചിട്ട് ഇത് ഞങ്ങളൊന്നും അതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ് നടന്ന് ചിലർ വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഷെയ്ഖൊക്കെ പ്രസംഗിച്ചത്. അപ്പോൾ അയാളൊക്കെ അങ്ങനെ വിശ്വസിച്ചു. കാരണം ഇവർ ഞങ്ങളിതിൻ്റെ ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് നടന്ന അവസാനം അങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് മനുഷ്യ വസ്വാസം ഉണ്ടാകുള്ളൂ, ബാധ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ അവർ പോലും വിശ്വസിക്കുന്ന രൂപത്തിലായി. ഇവരിങ്ങനെ അതൊന്നുമില്ല, അത് ഇങ്ങനെ ചെയ്താൽ നല്ല കുട്ടിയാണെന്ന് വിചാരിച്ച് ചെയ്യാണ് ഇത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആ കള്ളി ഇപ്പോൾ പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ അതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ ഓർമ്മയായത്, ഇപ്പോൾ ഇതിലിപ്പോൾ വഴിയിൽ ജിന്നെ, മരത്തിൽ ജിന്നെ, എല്ലാ സ്ഥലത്തും ജിന്നെ എന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. പിന്നെ തൗഹീദ് വന്നപ്പോൾ അതൊക്കെ മാറി എന്നാണ് പിന്നെ ആ ഫത്വയുടെ ബാക്കി പറയുന്നത്. പക്ഷേ ആ നാട്ടിൽ ഉണ്ടായിന്ന് പറയുമ്പോൾ അതുണ്ടാവില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയേണ്ടത്. അതിന് പകരം തൗഹീദാണ് ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞെടുത്തത്. അപ്പം നമ്മുടെ നാട്ടിലും സമാനമായി KNM-ൻ്റെ ആളുകൾ, സംഘടനാ പക്ഷപാതികളായ ആളുകൾ ഇതേപോലെ ഒരുപാട് കഥകൾ, ഇതിനെ കണ്ട കഥകൾ ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ 2012-13 കാലത്ത് KNM സംഘടനാ രംഗത്ത് പക്ഷപാതമായി ഇടപെട്ട് നമുക്കെതിരെയൊക്കെ ഇപ്പോൾ അതിശക്തമായി സോഷ്യൽ മീഡിയ അടക്കം നമുക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ കഥ ഉണ്ട്. അദ്ദേഹം ഇതിനെ കണ്ട കഥ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് ആ സമയത്ത് ചില സ്ഥലത്തൊക്കെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പം തന്നെ അവർ ചെയ്തത്, ഞാൻ അന്ന് ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ തുറന്ന് പറയാലോ, കോട്ടക്കൽ ഹിദായ മൾട്ടിമീഡിയ KNM-ൻ്റെ ഒരു ഔദ്യോഗികമായി അവരുടെ ഒരു മൾട്ടിമീഡിയ സംവിധാനമാണ്. അതിൽ അന്നും ഇന്നും അത് സ്റ്റാഫായി നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ കഥ പിന്നീട് ഇവരൊക്കെ ഇതിന്ന് നയം മാറ്റി, നിലപാട് മാറ്റി നമ്മളെ ജിന്നിൻ്റെ ആളുകളാക്കി അവർ നാട് മുഴുവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്നൊരു പ്രസംഗത്തിൽ പറഞ്ഞു, KNM-ൻ്റെ വ്യക്തിയായ ഇദ്ദേഹം എന്നോട് ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും എന്നിട്ട് ഇപ്പോൾ അവരൊക്കെ മാറ്റി പറയുന്നു എന്ന് പറയുകയും ചെയ്തൊരു പ്രസംഗം, അതിൻ്റെ തലയും പാലും വെട്ടിയിട്ട്, അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം എന്നാണ് തോന്നുന്നത്. ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തിക്കൊണ്ടായ മനസ്സിലാണ് എന്നോട് പറഞ്ഞതാ. രാത്രി 12 മണിക്കോ ബൈക്കും കൊണ്ട് പോകുമ്പോ ഒതുക്കെങ്ങുന്ന ഒരാൾ കൈയാട്ടി വണ്ടിമ കയറി, അങ്ങനെ വർത്തമാനം പറഞ്ഞങ്ങനെ പോയി പൊന്മളെത്തിയപ്പോ പിന്നെ ആളെ കാണാനില്ല. അപ്പൊ നോക്കുമ്പോ ജിന്ന. ഇത് അവൻ പറഞ്ഞ കഥയാണ്. ഇത് KNM-ൻ്റെ അതെ, അന്നും ഇന്നും ശക്തമായ വ്യക്തമായി നിന്ന് നമ്മളെ ജിന്നിൻ്റെ ആളായി അവതരിപ്പിക്കുന്ന ആക്ഷേപിക്കുന്ന വ്യക്തി 2011 കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവമാണിത്. അപ്പം ഞാൻ അദ്ദേഹം പിന്നെ 2012 നയം മാറ്റി നമുക്കെതിരെ ജിന്ന ആരോപിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇതാണ് മൾട്ടിമീഡിയയിൽ നജമുദ്ദീൻ എന്നോട് പറഞ്ഞ ആളാണ്, എന്നിട്ട് നിങ്ങളല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് നമുക്കെതിരെ ജിന്നുമായി വരുന്നത് എന്ന് ചോദിച്ചതാണ്. ആ തലയുമാരും വെട്ടിയിട്ട് ഇത് മാത്രം എടുത്തിട്ട് ഇപ്പം കണ്ടോ പിസ്തക്കാർ ഇവിടെ എത്തി, മായാവി കഥകൾ പോലും പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത്. കട്ടുമുറിക്കാനെന്ന് ഒരു മടിയില്ല, ഒരു സത്യസന്ധത. എത്രയാണ് അങ്ങനെ ഓരോ ദായിമാരെ പറ്റി നമ്മളെ അപ്പുറം ഇപ്പുറം കട്ടുമുറിച്ചിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുക, വഞ്ചിക്കുക. ഇതിൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഖുതുബയിൽ അദ്ദേഹം ഈ സംഗതി പറയുന്നുണ്ടല്ലോ, അതിനെ തുടർന്ന് പറയണത് പിന്നെ ഇതേപോലെ മുഴുവൻ ആരോപണങ്ങളാണ്. വിസ്ഡത്തിനെയും വിസ്ഡത്തിൻ്റെ ആളുകളെയും ഒക്കെ
ആക്ഷേപിക്കാൻ വേണ്ടിയാണ് മൂപ്പര സംഗതി തുടക്കത്തിൽ പറയും. വസ്വാസ് മാത്രമേ ഉണ്ടാകുള്ളൂ, ജിന്നുബാധ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് അതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതങ്ങനെ ആ നിലക്ക് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഖുതുബയിൽ. പിന്നീട് അദ്ദേഹം അതിൻ്റെ വിശദീകരണം ഈ തിരുത്ത് പറയുന്നിടത്തും അത് തുടരുക, ആ ആക്ഷേപം തുടർന്നു. ഈ തിരുത്ത് ഇങ്ങനെ KJ തിരുത്തിക്കൊണ്ട് ഞാൻ തിരുത്തുന്നു എന്ന് പറയുകയും ആക്ഷേപം അതുപോലെ തുടരുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ജിന്നുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരവിടുന്ന് കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുത്തും അതുപോലെ തന്നെ ഖുതുബയിൽ പറഞ്ഞതും പിന്നീട് തിരുത്തൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ തിരുത്തിനെ തിരുത്താൻ വേണ്ടി ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ചില സംഗതികൾ ഭയങ്കര നിഷ്കളങ്കമായ എന്ന് നമുക്ക് തോന്നുന്ന ചില ചോദ്യങ്ങൾ, അതായത് പണ്ട് ഇതിനൊക്കെതിരെയാണല്ലോ നമ്മൾ സംസാരിച്ചിരുന്നത്. ഈ പിന്നെ ഇവിടെ പല മുസ്ലിയാക്കന്മാരൊക്കെ കൊണ്ട് നടന്നിരുന്ന സംഗതികളൊക്കെ എതിർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്ന സംഗതി അതൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണോ ഇപ്പോൾ എന്നുള്ള രൂപത്തിൽ ഇവിടെ ഒരു നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ തൗഹീദ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നിർഭയത്വം ഇതൊക്കെ പറഞ്ഞതിലോടുകൂടി ജിന്നുബാധ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടും എന്നുള്ള രൂപത്തിൽ ചില ആളുകളൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതൊരു നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണോ? ഈ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ഇത് നമ്മുടെ ഒരു നിർഭയത്വം നഷ്ടപ്പെടുന്ന സംഗതി ആകുമോ ഫൈസൽ മൗലവി? യഥാർത്ഥത്തിൽ നിർഭയത്വം കൂടുതൽ ശക്തിപ്പെടാനാണ് പ്രമാണങ്ങൾ തന്നെ അവതരിപ്പിച്ചത്. ആ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടൊരു കാര്യത്തിൽ നിഷേധിക്കാൻ ഇവർ കണ്ടെത്തിയൊരു മാർഗമാണ്. അത് സിരി ടവർ മാത്രമല്ല, മർക്കസ് താഴെക്കാർ മാത്രമല്ല, ഇപ്പോൾ വ്യാപകമായി അവർ കൊണ്ടുവരുന്ന ഒരു നരേഷനാണ് ഇതിലൂടെ നിർഭയത്വം നഷ്ടപ്പെടുന്നു. പഴയ കാലത്ത് ഇവിടെ ചെകുട്ടിപ്പാപ്പ, ചെകുത്താൻ കൂക്ക്, അതേപോലെ ഒടിയന്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ വ്യത്യസ്ത പേരുകളിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പൗരോഹിത്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി പണിയെടുത്തു. ഇന്നും ആ പണിയെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ്, നിർഭയത്വം ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഇവിടെ ഒരു അന്ധവിശ്വാസം തിരിച്ചു കൊണ്ടിരുന്നു എന്ന രൂപത്തിൽ സ്ഥാപിച്ചെടുക്കാനാണ് പ്രമാണ നിഷേധികളായ ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികൾ പ്രമാണങ്ങൾ വന്നവയെ ശരിയാം വണ്ണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിർഭയത്വം കൂടുകയാണ് ചെയ്യുക. തീർച്ചയായും. കാരണം പടച്ചറബിൻ്റെ കഴിവ്, അവൻ്റെ ശക്തി, സൃഷ്ടികളുടെ ദുർബലാവസ്ഥ ഇതെല്ലാം മനസ്സിലായി. എന്നാൽ മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ച ചില പ്രയാസങ്ങൾ, ദോഷങ്ങളൊക്കെ പൈശാചികമായും അല്ലാതൊക്കെ ഉണ്ടാകാം. അതിന് തെറ്റായ വഴിക്ക് പോവുകയല്ല വേണ്ടത്. അതിന് ജ്യോത്സ്യന്മാരെയോ സിദ്ധന്മാരെയോ തങ്ങന്മാരെയോ ദർഗകളെയോ ഒന്നും സമീപിക്കുകയല്ല വേണ്ടത്. അത് റബ്ബിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയും തൗഹീദ് ഉറപ്പിക്കുകയും റബ്ബിൻ്റെ കാവൽ തേടുകയും ദിക്റുകളും ദുആകളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത് പിശാച് പരാജയപ്പെട്ടു പോവുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നാട്ടിൽ ചെന്നിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം നാട്ടിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇതോടെ പറഞ്ഞാൽ അതെന്തിനാ, അപ്പോൾ അവിടെ ഇറങ്ങുമ്പോഴേക്ക് പേടിയാണോ, പിന്നെ എന്താ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിർഭയത്വം നഷ്ടപ്പെടുകയാണ് എന്ന് പറയാൻ പറ്റുമോ? അതേസമയം അവിടെ ചില ഷർറുകളുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പല ഷർറുകൾ ഉണ്ടാവാം. മനുഷ്യന്മാരുടെ ഭാഗത്തുനിന്ന്, ശൈത്താന്റെ ഭാഗത്തുനിന്ന്, അല്ലാത്ത മറ്റു ഇഴജന്തുക്കളുടെ ഭാഗത്തുനിന്ന് വ്യത്യസ്തമായ ഷർറുകൾ വരാം. അപ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന് ഞാനിത് റബ്ബിനോട് കാവലെത്തിടുന്നു. ആ കാവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെന്ത് പേടി? അതേസമയം അല്ലാത്തവരോ ഈ പേടി കൊണ്ട് ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും ഏലസ് കെട്ടുകയും മുറുക്കെഴുതി കുടിക്കുകയും കയ്യിലും കാലിലും അരയിലും കഴുത്തിലൊക്കെ നൂല് കെട്ടുകയും അതിലൂടെ തനിക്ക് നിർഭയത്വം കിട്ടാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവിടെയാണ് നിർഭയത്വം നഷ്ടപ്പെടുന്നത്. ആ ഏലസ് അഴിഞ്ഞു പോയാൽ അവന് ബേജാറായി, ഈ വല്ല വസ്തുവും നഷ്ടപ്പെട്ടു പോയാൽ അവന് ബേജാറായി. അങ്ങനെ വാഹനത്തിലും വീട്ടിലും കടയിലുമൊക്കെ പലതും എഴുതി തൂക്കി, തകിട് വെച്ച്, കുപ്പി വെച്ച് പലതും തൂക്കിയിട്ട് അതിലൂടെയാണ് അവർ ഒരു നിർഭയത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു, മൻ അല്ലഖ ശൈഅൻ മൻ തഅല്ലഖ ശൈഅൻ വൂക്കില ഇലൈഹി, വല്ലതും ഒരാൾ കെട്ടിബന്ധിച്ചാൽ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടും. അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അതിൽ നിന്ന് മാറി ഈ തഅല്ലുഖ് ഇതിലേക്കല്ല വേണ്ടത്, ഈ തഅല്ലുഖ് റബ്ബിലേക്കാണ് വേണ്ടത്. അതുകൊണ്ട് എവിടെ വന്നാലും ശരി ബിസ്മില്ലാഹി ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തോ ഭൂമിയിലെ ഒന്നിലും അള്ളാഹുവിന്റെ നാമത്തിൽ ആണ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. ഇതൊരു വല്ലാത്ത നിർഭയത്വമാണ്. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന എന്ന ദിക്ർ ആ ഹദീസിൽ കാണാം. ഇതൊരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിശാച് പറയും ലാ മബീത ലക്കും, നിങ്ങൾക്കിന്ന് ഇവിടെ താമസയിടമില്ല എന്ന് പിശാചുകൾ പരസ്പരം പറയും. അപ്പോൾ പിശാച് അത് ഒരു വല്ലാത്ത നിർഭയത്വമാണ്. വീട്ടിൽ കയറുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലാണ് ബിസ്മി ചൊല്ലാണ്ട് കയറി കഴിഞ്ഞാൽ പിശാച് ഒഴിഞ്ഞു പോകും. വാതിലടക്കുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു വാതിലടക്കും ബിസ്മി ചൊല്ലി അടക്കുക. കാരണം ബിസ്മി ചൊല്ലി അടച്ച വാതിൽ പിശാച് തുറക്കുകയില്ല. അത് ബിസ്മിയുടെ പവറാണ്.
ബിസ്മിയുടെ ബറക്കത്താണ്. രാവിലെ എണീക്കുമ്പോൾ പോലും അള്ളാഹുലേക്ക് അഭയം തേടിക്കൊണ്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഏതു രംഗത്തും പടച്ച റബ്ബിലേക്ക് ചേർന്ന് നിന്ന് റബ്ബിലേക്ക് എല്ലാം തവക്കുലാക്കി കൽബ് അവനുമായി തഅല്ലുക്കായി അവൻ എനിക്ക് കാവലേൽപ്പിച്ചാൽ പിന്നെ എനിക്ക് എന്നെ പരാജയപ്പെടുത്താൻ ആരുമില്ല. റബ്ബ് സഹായിച്ചാൽ ആരാ പിന്നെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ഉണ്ടാവുക? റബ്ബ് സഹായിച്ചില്ലെങ്കിൽ ആര് സഹായിച്ചാലും പ്രയോജനമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. ഇത് ബോധ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന നിർഭയത്വം അത് മറ്റെവിടെയുമില്ല. ഇപ്പോൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ജിന്നുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ സൽസബീൽ പ്രസിദ്ധീകരിക്കുകയും അത് പിന്നീട് മുഖ്യശത്രു എന്ന പേര് പുസ്തകമാക്കി ഇറക്കുകയും 1992 മുജാഹിദ് സമ്മേളനത്തിൽ, പാലക്കാട് സമ്മേളനത്തിൽ അത് ഔദ്യോഗികമായി വ്യാപകമായി അന്ന് വിതരണം ചെയ്യുകയും ചെയ്തു. ആ ലേഖനം വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട വിമർശനമായിരുന്നു, ഇതിലൂടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുകയല്ലേ? അന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞു, അല്ല, നിർഭയത്വം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഷെറിനെയും പിശാചിലേക്ക് കണക്കാക്കി ശൈത്താൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കാണുകയും എന്നിട്ട് പിന്നെ ആ ശൈത്താൻ രക്ഷപ്പെടാൻ വേണ്ടി ശൈത്താൻ്റെ തന്നെ കേന്ദ്രങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ജ്യോത്സ്യന്മാരും ഈ സിദ്ധന്മാരും ഒക്കെ. അതൊക്കെ പിശാചിൻ്റെ കേന്ദ്രങ്ങളാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് പൈശാചികമായ ചില രക്ഷാമാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിഫ് വായിച്ചാൽ ഇതിൻ്റെ ഭാഗം, അതിന് തന്നെ ബാക്കി ഭാഗം എന്താണ്? ഈ ജനത ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്തിയിരുന്നു, എല്ലാ സ്ഥലത്തും ജിന്നിനെ കാണുന്നു, എവിടെയും ജിന്നാണ് എന്ന അവസ്ഥയ്ക്ക് എത്തുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി കാണാം. അവസാനം ഇവർക്കൊക്കെ എന്തായിരുന്നു രോഗം? ജിന്ന് ബാധ. അതുപോലുള്ളതും രാത്രി പുറത്തിറങ്ങിയാൽ വഴിയും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അപ്രകാരം പിശാച് അവരെ കീഴടക്കിയിരുന്നു. എന്നിട്ട് കാണാം അജ്ഞാതരായ ജനത, അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു. അദ്ദേഹം അഥവാ അൽ ഖർആവി വന്നു, അവൾ തൗഹീദ് പ്രചരിപ്പിച്ചു. മന്ത്രവും മറ്റെന്തെങ്കിലുമോ ആയിരുന്നില്ല. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. തൗഹീദും വിജ്ഞാനവും പ്രചരിച്ചപ്പോൾ അതെല്ലാം അവസാനിച്ചു. അപ്പോൾ തൗഹീദും ശരിയായ അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പ്രശ്നമില്ല. ഈ തൗഹീദ് കിട്ടിയ ജിന്നില്ലാതാവോ? ജിന്നുണ്ടാവുമല്ലോ. തൗഹീദ് കിട്ടിയ ജിന്ന് അവിടെ ഉണ്ട്, അതേപോലെ ജിന്നു ബാധ അവിടെ ഉണ്ട്. പക്ഷെ തൗഹീദ് കയറിയപ്പോൾ നിർഭയമായി ഇനി ഒരാളും പേടിക്കാനില്ല, ഒരു ജിന്നിനും പേടിക്കാനില്ല, ഒരു ശൈത്താനും പേടിക്കാനില്ല, ഒരു മന്ത്രവാദിയും ആവശ്യമില്ല, ഒരു സിദ്ധനും ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. അതിലൂടെ ലഭിക്കുന്ന നിർഭയത്വം പ്രമാണം നിശ്ചയിച്ച ഒരിക്കലും കിട്ടുകയില്ല. ഇവർ പ്രചരിപ്പിക്കുന്ന ആശയമാണ് ശരിയെങ്കിൽ പ്രമാണത്തിൽ വന്നൊരു കാര്യം അംഗീകരിച്ചാൽ നിർഭയത്വം നഷ്ടപ്പെടും എന്നാണ് വരിക. ഖുർആൻ അല്ലാഹ് പറഞ്ഞ കാര്യം, ഒരുപാട് ഹദീസ് വന്ന കാര്യം, സ്വഹാബത്തുണ്ടായ സംഭവങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഇതൊക്കെ അംഗീകരിച്ചാൽ നിർഭയത്വം പോവുകയാണ്. അപ്പോൾ തൗഹീദ് പഠിപ്പിക്കുക അല്ലാഹ് ഖുർആൻ, ആ ഖുർആനിൽ ചില ആയത്തൊക്കെ അംഗീകരിച്ചാൽ ഈ നിർഭയത്വം നഷ്ടപ്പെടും എന്നാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു വരുന്നത് എന്നല്ലേ സംഭവിക്കുക. ആയത്തും ഹദീസും ഒക്കെ കുറേ ഹദീസ് മാറ്റിയാൽ നിർഭയത്വം ഉണ്ടാവും, കുറേ ആയത്ത് മാറ്റിയാൽ നിർഭയത്വം ഉണ്ടാവും. എന്തൊരു ഇവരൊക്കെ ഇടാ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് സൂറത്ത് ത്വാഹയുടെ ആദ്യവചനം നമുക്ക് താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചത്. പ്രമാണങ്ങൾ, അപ്പോൾ പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിർഭയത്വവും എളുപ്പവും ഒക്കെ നമുക്ക് ലഭിക്കുക. പ്രമാണം നിഷേധിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ പ്രയാസങ്ങളിലേക്കും ഭയപ്പാടിന് മേൽ ഭയപ്പാടിലേക്കും എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അബൂബക്കർ സലഫി, ഇതിപ്പോൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ രണ്ട് ഏരിയകൾ ചർച്ച ചെയ്തതിൽ വളരെ വ്യക്തമാണ് കാര്യം. ജിന്നുബാധ ഉണ്ട് എന്നും അതിൽ നിന്നുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രൂപത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നു. എന്നിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ KJV ഇറക്കിയ ഈ പുസ്തകം തന്നെ ഇത് എത്രയോ വർഷമായല്ലോ ഇവിടെ. അപ്പോൾ ഇങ്ങനെ വിവാദവും ചർച്ചയും ഒക്കെ ഉണ്ടായൊരു വിഷയം ഒരു ഖത്തീബ് നല്ല ബസീറത്തോടു കൂടി ബോധ്യത്തോടു കൂടി മെമ്പറിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ കയറിക്കൂടുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്? ഈ നിഷേധം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ പിശാചിബാധ ഇപ്പോൾ ഒക്കെ സംഭവിച്ചു എന്ന് കിട്ടി. അതെ, ഏത് KJVൻ്റെ പേരിലാണ് അവർ പഠിപ്പിച്ചു പിശാചിബാധ ഉണ്ട്. പിന്നെ KJVൻ്റെ പേരിൽ ഇറക്കിയ പുസ്തകത്തിലുള്ള ചിലത് ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചല്ലോ. അതിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? പിശാചിബാധ ഉണ്ട്. അതിന് ഞാൻ എന്താ പ്രശ്നം ഇപ്പോൾ നമുക്കിടയിൽ? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവരിപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് വേറൊരു ലക്ഷ്യത്തിനും കൂടിയാണ്. ഇതിപ്പോൾ പുസ്തകം ജിന്ന് പിശാച് റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നാണ് പറയുന്നത്. ഇതിൽ റുഖിയ ശറയ്യ എന്ന് പേരിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന റുഖിയ ഇതിൽ പറയുന്നില്ല. ശരിക്ക് അതാണല്ലോ ഇതിലിപ്പോൾ കാര്യമായിട്ട് ഏതായാലും 3-1 തൗഹീദിൻ്റെ ആയത്തുകൾ കൊടുക്കുകയാണ് തുടക്കത്തിലേ. ഇത് മദ്രസ പഠിക്കുന്ന കുട്ടിയും കൂടി അറിയുന്ന ചില വിഷയങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കുറേ പേജുകൾ അതിനെ. എന്നിട്ട് പിന്നെ വേറെ
വിഷയം എന്താ വെച്ചാൽ പിന്നെ പിശാച് നമ്മുടെ ശത്രു, റുഖിയ ഷറിയ ഇതാണ് വേണ്ടത്. അതൊന്നുമില്ല. പിന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ, പിശാചിൽ നിന്ന് സംരക്ഷണം. പിന്നെ 6-ാമത്തെ അധ്യായം റുഖിയ ഷറിയ ചില അബദ്ധധാരണകൾ എന്നാണ്. അതാണ് ഇപ്പോൾ വിഷയത്തിൽ ബന്ധപ്പെട്ട്. അതാണ് ഈ ചില അബദ്ധധാരണകളെ പറയണേ. സുബന്ധം പറയണ്ടേ, അബദ്ധധാരണകൾ. എന്താണ് റുഖിയ ഷറിയ എന്ന് പറയാതെ അബദ്ധധാരണകളെ പറയണേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ റുഖിയ ഷറിയെ നിഷേധിക്കണം. അപ്പോൾ ഇവിടെ ഷെയ്ഖ് റബീൻ്റെ വാചകമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കേൾപ്പിച്ചത്. മരത്തിലും ജിന്ന്, വിരിപ്പിലും ജിന്ന്, എല്ലായിടത്തും ജിന്ന്. ഇതൊക്കെ ഇവർ സമ്മതിക്കണം. ഇപ്പം എന്തിനറിയോ, അവസാനം ഷെയ്ഖ് റബീൻ്റെ വാചകത്തിൽ നിന്ന് അവർക്ക് അനുകൂലം എന്തോന്ന് കിട്ടുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഫൈസൽ മലി വായിച്ചിട്ടുണ്ടല്ലോ, ആ മന്ത്രം പഠിപ്പിക്കുകയല്ല ചെയ്ത്, മറ്റല്ല ചെയ്ത്. അപ്പോൾ റബീ മന്ത്രത്തിനെതിരാണ് എന്ന് ഓല് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് തൽക്കാലം അവർ മനസ്സിലാക്കി, ഞാൻ അപ്പുറം പിന്നെ നോക്കാതെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷെയ്ഖ് റബീ എഴുതി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അസ്ഇലത്തുൻ മുഹിമ്മ ഹൗല റുഖിയത്തി വർ റുഖ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ശരിക്കും ആ ബുക്ക് പോലെ കിട്ടിയതുകൊണ്ടാണ് ശരിക്കും ഈ ബുക്ക് ഇറക്കിയതെന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം അതാണ് ഇതിലെ പ്രധാന ജീവൻ ഈ ബുക്കിൻ്റെ. എന്നാൽ ഇതിൽ തന്നെ അവർക്ക് യാതൊരു തെളിവില്ല. അപ്പോൾ ഏതായാലും ശരി, ആദ്യം നമ്മുടെ ഒരു മൗലവി ഈ വിഷയത്തെപ്പറ്റി, ബുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി പറയുന്ന ഒരു ക്ലിപ്പൊന്ന് കേട്ടിട്ട് നമുക്ക് പറയാം. ഈ ശിർക്കൻ വാദവും കുഫ്രൻ വാദവും ഒക്കെ അതെ നെയ് പുരട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിന്റെ അസ്ഇലത്തുൽ മുഹിമ്മ ഹൗല റുഖിയ്യത്തി വർ റുഖാത്ത് എന്ന കിതാബിൽ ഇത് കേരളത്തിൽ മാത്രമല്ല മദീന മുനവ്വറയിൽ, മദീന മസ്ജിദിൽ, മദീനത്തെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ അവിടെ ഇരുന്നു കൊണ്ട് ദർസ് നടത്തിയിരുന്ന സലഫിയായ, അതും വെറും സലഫിയല്ല, സലഫിയൻ ജിദ്ദൻ, പക്കാ സലഫിയായ, ഖുബൂരികൾക്ക് ഗണ്ണനം പറഞ്ഞ, സൂഫികൾക്ക് ഗണ്ണനം പറഞ്ഞ, തന്റെ കൂട്ടുകാരനായ, തന്റെ കൂടെ മദീനയിൽ പഠിച്ച ആ സലഫിയ മനുഷ്യൻ പോലും അദ്ദേഹം, അഥവാ റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ശിർക്കിലേക്കും കുഫറിലേക്കും ഈ ജിന്നുവാദവുമായി പോയി വീണത് അദ്ദേഹത്തിന്റെ അസ്ഇലത്തുൽ മുഹിമ്മ ഹൗല റുഖിയ്യത്തി വർ റുഖാത്ത് എന്ന കിതാബിൽ 2012 കാലഘട്ടത്തിൽ തന്നെ എഴുതി വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും തൗഹീദ് പറഞ്ഞ, സമസ്തക്കാർക്കെതിരെ സംസാരിച്ച, സൂഫികൾക്കെതിരെ സംസാരിച്ച ആളുകളാണ് പിന്നെ വിസ്റ്റം വാദം പേറിയിട്ട് ഈ രൂപത്തിൽ തെറ്റിപ്പോയതെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലിയുടെ കൂടെ പഠിച്ച, മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ദർസ് എടുത്തുകൊണ്ടിരുന്ന പക്കാ സലഫിയായ പണ്ഡിതനും ഇതുപോലെ ഈ ജിന്നുവാദം തലയിലേറ്റി കുഫറിലേക്ക് വീണുപോയത് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ എതിർക്കാനപ്പോൾ അദ്ദേഹം പറയണേ, ഏത് ഷെയ്ഖ് റബീൻ്റെ വാചകത്തിന് ഉദ്ധരിക്കണേ, നമ്മളെന്തോ തിന്മ ചെയ്ത്, ഇതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല, നമ്മൾ ഇതന്നെ പറയണേ, ഇതിൽ അതിര് കവിഞ്ഞ് പോകാൻ പാടില്ല. മാത്രമല്ല ഷെയ്ഖ് പിന്നെയും പറയുന്നത്, ആ ആൾ റുഖിയ നടത്തിയിട്ട് അയാൾക്ക് 10,000 റിയാലോ ഭയങ്കര പൈസയോ കിട്ടി. അപ്പോഴും ഷെയ്ഖ് അയാളെ ഉപദേശിക്കുന്നുണ്ട്, ഇതിൻ്റെ പോക്ക് അപകടമാണ്, പ്രശ്നമാണ്, ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ഇത് അപകടത്തിൽപ്പെടും ഒക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും അയാൾ കേട്ടില്ല. അയാൾ സലഫിയായിരുന്നു, അയാൾ കേട്ടില്ല. നമ്മളൊക്കെ ഇത് പറയുന്നത് തന്നെയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ഷെയ്ഖ് റബീ പറയാം, പിന്നെ ഈ വിഷയത്തിൽ മത്സരം വന്നു, ഇത് പൈസ കിട്ടുന്ന കാര്യമില്ല, ഇത് ബിസിനസ്സാക്കി. വേറെ പലരും തുടങ്ങിയപ്പം ഇയാൾക്ക് ബിസിനസ് കുറച്ച് കുറഞ്ഞു, പൈസ കുറഞ്ഞു, കേസ് കുറഞ്ഞു, പൈസ കിട്ടൽ കുറഞ്ഞു. അപ്പോൾ അയാൾ നേരെ തിരിച്ച് പൈസ കുറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പിശാച് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറൂല എന്ന് പറഞ്ഞു. ഇനി കയറൂല എന്നാക്കി ആ കഥ പറയുന്നുണ്ട്. ഇനി കയറൂല എന്ന് പറഞ്ഞിട്ട് ഉപരി നേരെ തിരിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അയാൾ ബിസിനസ് തുടങ്ങിയപ്പോൾ അവിടെ പൈസ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതുപോലെ ചിലരുണ്ടാവും, മന്ത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. എടാ അത് ഓടി കളിക്കാനുള്ളതെന്ന് കണ്ട, എന്നാൽ ഇനി റുഖിയ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ട് അങ്ങനെയൊക്കെ ചില ആൾക്കാർ ഓടിയൊക്കെ ഉണ്ടാവും. പിന്നെ നിഷേധം ജീവിക്കാൻ പറ്റും. അതെ, അതിനൊക്കെ ആയുസ് അപ്പോൾ എന്താ ഷെയ്ഖ് റബീ പറഞ്ഞ വിഷയം. ഇതിപ്പോൾ നമ്മൾ ഈ പിന്നെ റുഖിയ ഷറിയ എന്ന ബുക്കിൽ കൊടുത്ത വിഷയമാണല്ലോ. ഇപ്പം പറഞ്ഞു, വാസ്തവത്തിൽ ഇതൊക്കെ അവർ പറയുന്നത് റുഖിയ ഷറിയ ഇല്ല, അത് നബി പഠിപ്പിച്ച റുഖിയ ഷറിയ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ഇറക്കി. ആ ബുക്ക് എടുത്താൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ തുടക്കത്തിൽ ഫൈസൽ മൗലവി ഇവിടെ തൗഹീദിൻ്റെ വ്യതിയാനം പറഞ്ഞില്ലേ, തൗഹീദ് അട്ടിമറിച്ചു, തൗഹീദ് പൊളിഞ്ഞു, വലിയ അപകടത്തിൽപ്പെട്ട്. അതിന് പുറമേതാ ഹദീസും അവർ തള്ളുകയാണ്, അത് ശരിക്കും ഈ ബുക്ക് എടുത്താൽ ശരിക്കും കാണും. ഇതിലുള്ള മാത്രം നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ റുഖിയ ഷറിയ വെറും രോഗശമന പ്രാർത്ഥന മാത്രമാണ് എന്നതീ പറയണേ. റുഖിയ ഷറിയ രോഗശമന പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ ജിന്ന് കയറുന്നൊക്കെ സമ്മതിച്ചു. റുഖിയ ഷറിയ എന്നൊരു പ്രാർത്ഥന മാത്രമായി ചുരുക്കി. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നബി പഠിപ്പിച്ച രൂപത്തിൽ പറയാനൊക്കെ ചിലത് പറഞ്ഞ് ഒപ്പിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നബി പഠിപ്പിച്ച രൂപമായിട്ട് പറയണമില്ല, എന്താണ് റുഖിയ എന്ന് പറയണില്ല. അപ്പോൾ ഇങ്ങനെ അത് വന്നപ്പോൾ നമ്മുടെ ആൾക്കാർ, കുറേ ദായിമാരും പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തു,
ഇത് ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ ഇങ്ങനെ വന്ന പ്രശ്നമാണ്. ഇതിൽ അബദ്ധം വരാൻ പാടില്ലല്ലോ, ഇതിൽ ഹദീസ് നിഷേധം വരാൻ പാടില്ല. അപ്പോൾ അവർ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഇതിൽ തെറ്റുണ്ട്, ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ എന്താ ഇതിൽ തെറ്റ് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ തെറ്റൊക്കെ പറഞ്ഞു കൊടുത്തതിൽ അതിൽ റുഖിയ ഷറയെ നിഷേധിക്കുകയാണ് ചെയ്യണത്. അതിലുള്ള റുഖിയ ഷറയ എന്ന് പറഞ്ഞാൽ വേറൊരുത്തനും മന്ത്രിക്കുക, സ്വയം മന്ത്രമല്ല, ഇങ്ങനെ അസുഖമുള്ള ആൾക്കാർക്ക് മന്ത്രിച്ച് കൊടുക്കുന്നതും അതുണ്ട്. അത് മന്ത്രിച്ച് കൊടുക്കൽ ഇസ്ലാമിലുള്ള വിഷയമാണ്. അതിനർത്ഥം ഒരാളെ അതിന് ഇതേമാതിരി റാക്കിയായിരിക്കുക നേരത്തെ പറഞ്ഞ മാതിരിയുള്ളതൊന്നല്ല. ആ അതിര് കവിന്നൊക്കെ നമ്മൾ മുഴുവൻ നമ്മൾ തള്ളുന്നുണ്ട്. അതേസമയം ഇസ്ലാമിലുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണല്ലോ. എന്നാൽ അതൊക്കെ ഇതിന് ഇല്ല നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തിരുത്തണം. കാരണം ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ ഇങ്ങനെ ബുക്ക് വരിക എന്ന് പറഞ്ഞാൽ മോശമാണ്. വ്യക്തികൾ പറയും പോലെയല്ല, ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നിലപാടായിട്ട് പോകല്ലേ. അതുകൊണ്ട് തിരുത്തണം. അതുകൊണ്ട് ഇതിലുള്ളത് വേറൊരുത്തൻ അങ്ങനെ റുക്കിയ ചെയ്ത് കൊടുക്കാൻ തെളിവില്ല, അങ്ങനെയാണ് സ്വയം ചെയ്യുക, പ്രാർത്ഥിക്കുക, അത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറേ തെളിവുകളൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറേ തെളിവുണ്ട്. അതുകൊണ്ട് ജമിയത്തുൽ ഉലമ തിരുത്തണം, ബുക്ക് തിരുത്തണം. എന്നിട്ട് ചില ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. ഇതിൽ പിന്നെ ഷിഫ ബിൻത്ത് അബ്ദില്ല അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വന്നു, വാന ഇന്ദ ഹഫ്സ, അപ്പോൾ ഞാൻ ഹഫ്സ ബീവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നബി തിരുമേനി ഷിഫ ബിൻത്ത് അബ്ദില്ലയോട് പറഞ്ഞു, അലാ തുഅല്ലിമീന ഹാദിഹി റുഖിയത്തൻ നംല, നീ ഹഫ്സ ബീവിക്ക് ഈ നംല എന്ന അസുഖത്തിനുള്ള റുഖിയ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമോ? റുഖിയ പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം. അപ്പോൾ കമാ അല്ലം തിയൽ കിതാബ, അവർക്ക് നീ എഴുത്ത് പഠിപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം, ഈ റുഖിയക്കുള്ള മന്ത്രം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമോ? അപ്പോൾ എന്തിനാണ് പഠിപ്പിച്ചു കൊടുക്കണത്? അത് വേറെ ആൾക്കാർക്ക് റുഖിയ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അത് പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഈ ഹദീസിനെ പറ്റി ഷെയ്ഖ് അൽബാനി പറയുന്നുണ്ട്. ഈ ഹദീസ് വഫിൽ ഹദീസ് ഫവായിദ് കസീറ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് മശ്റൂഇയ്യത്തു തർക്കിയത്തിൽ മറിലി വൈരിഹി, ഒരു മനുഷ്യന് മറ്റൊരുത്തന് മന്ത്രിച്ച് കൊടുക്കാം, അത് ശറയിലുള്ളതാണ്. ബിമാല ഷിർക്കഫി, ഷിർക്കില്ലാത്ത മന്ത്രം വെച്ചിട്ട് മന്ത്രിച്ച് കൊടുക്കാം എന്ന് ഈ ഹദീസിലുണ്ട്. അത് വേറൊരുത്തന് മന്ത്രിക്കാം. അപ്പോൾ ഇതിപ്പോൾ റുഖിയ ഷറിയ എന്നൊക്കെ എഴുതുമ്പോൾ ഇസ്ലാമിലുള്ള റുഖിയ ഷറിയ ഇതിൽ എഴുതണമല്ലോ, അങ്ങനത്തെ ഒരു വിഷയം ഇതിൽ വന്നിട്ടില്ല. പിന്നെ റുഖിയ ഒരാൾക്ക് അസുഖം ഉണ്ടായപ്പോൾ ഞങ്ങൾ മന്ത്രിക്കട്ടെ എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, മനിസ്തത്താക്കും അൻ യൻഫാ ഖൗഫ് അൽ യൻഫാഹു, നിങ്ങൾക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യണം, മന്ത്രിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. വേറെ മന്ത്രിച്ച് കൊടുക്കണം. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. പിന്നെ ആയിഷ ബി പറയുന്ന സഹീബിന് ഇബ്ബാലുള്ള ഒരു ഹദീസ് ആണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലയ്യ, നബി തിരുമേനി ആയിഷ ബിൻ്റെ അടുത്ത് പ്രവേശിച്ചു. അപ്പോൾ വംറഅത്തുൻ തുആലിജുഹ ഔ തർക്കിയ, അപ്പോൾ ഒരു സ്ത്രീ ആയിഷ ബീവിക്ക് ഇങ്ങനെ മന്ത്രിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നബി തിരുമേനി പറയാണ്, ഈ റുഖിയ തെറ്റാണേ പാടില്ല എന്നല്ല പറയണ്ടേ. നബി പറഞ്ഞു, ആലി ജിഹാബി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് വെച്ചിട്ട് അവരെ നീ മന്ത്രിക്കുക, ചികിത്സിക്കുക എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞു, വഫിൽ ഹദീസ് മശ്റൂഇയ്യത്തു തർക്കിയ ബി കിതാബിൽ. ഇതൊക്കെ നമ്മൾ അന്ന് ചില ദായിമാരും പണ്ഡിതന്മാർ ജമ്മിയത്തിന് കൊടുത്ത കുറച്ച് തെളിവാണ്. കുറേ തെളിവുകൾ ചിലതിങ്ങനെ കൊടുത്തതിൽ ഇങ്ങനെ തെറ്റുണ്ട്, ഇത് റുഖിയ ഷറ പറഞ്ഞിട്ടില്ല, റുഖിയ ഷറയ ചില അബദ്ധ ധാരങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് റുഖിയ ഷറയ എന്ന് എന്തായാലും വിശദീകരിക്കണം, എന്നിട്ടല്ലേ അബദ്ധം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹദീസിനെ പറ്റി ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ഇതിലും മശ്റൂഇയ്യത്തു തർക്കിയ ബി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് കൊണ്ട് തർക്കിയത്ത് നടത്തൽ ഷറയിലുള്ളതാണ് എന്ന് ഇതിൽ നിന്നും കിട്ടും. പിന്നെ ഒരു തെളിവ് കുറേ ഉണ്ട് കേട്ടോ, ഞാൻ ചിലത് മാത്രം ഒന്നുകൂടി പറയാം. ഒന്ന് ഖാരിജത്ത് ബിൻ സ്വൽത്ത് തമീമി എന്ന സഹാബി പറയണം, ഞങ്ങളൊക്കെ നബിൻ്റെ അടുത്ത് നിന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ അറബി ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന ഉംബീന അന്നക്കും കത് ജിത്തുമിൻ ഇന്ത്യ ആദർ റസൂൽ, നിങ്ങൾ ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് വരിക വിവരം കിട്ടി, അത് നിങ്ങൾ നബിൻ്റെ അടുത്ത് നിന്ന് വരികയാണ്, ഞങ്ങൾക്ക് വിവരം കിട്ടി, നിങ്ങളടുത്ത് വല്ല ഖൈറും ഉണ്ടാവും. അപ്പോൾ നിങ്ങളടുത്ത് വല്ല മന്ത്രമോ വല്ല മരുന്നോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെങ്ങലക്കിട്ട ഭ്രാന്തനുണ്ടെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെങ്ങലക്കിട്ടൊരു ഭ്രാന്തനുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതെ പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ അവർ ആ ചെങ്ങലക്കിട്ട ഭ്രാന്തനെ കൊണ്ടുവന്നു. ഇദ്ദേഹം ഫാത്തിഹ സൂറത്ത് 3 ദിവസം ഓതി, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ അദ്ദേഹത്തിന് അസുഖം മാറി. അപ്പോൾ ഇതൊക്കെ സഹിയായ ഹദീസുകളാണ്. ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒറ്റ ഹദീസ് കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. അന്ന് ദായിമാരും അന്നത്തെ പണ്ഡിതന്മാരും ഒക്കെ നല്ല സതുദ്ദേശത്തോടു കൂടി നിങ്ങളിതിൽ റുഖിയ ഷറയ നിഷേധിക്കുന്നുണ്ട്, അത് ശരിയല്ല. റുഖിയ ഷറയെ വേറൊരുത്തർ റുഖിയ ചെയ്ത് കൊടുക്കുന്നത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് കുറേ തെളിവുണ്ട്, അതൊക്കെ ഇതിൽ തള്ളുക ചെയ്ത് അതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതാണ്. ആ കൂട്ടത്തിലൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, അത് സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്.
അദ്ദേഹം പറയാണ് ലക്കത് റായിത്തുനിവാന വൈനിൽ അഹിറു ഫിമ ബൈന മിമ്പരു റസൂലില്ല ഇലാ ഹുജറത്തി ആയിഷ. അദ്ദേഹം പഴയ കാലത്തെ കഷ്ടപ്പാട് പറയും. പിൽക്കാലത്ത് സുഖം വന്നു, എന്നാൽ പണ്ട് ഞാൻ വിശന്ന് വലഞ്ഞിട്ട് നബിൻ്റെ മിമ്പറിൻ്റെയും അതുപോലെ ആയിഷബിയുടെ ആ മുറിൻ്റെ ഇടയിലൊക്കെ വീണ് കിടക്കും. അപ്പോൾ ചിലർ നടന്നു പോകുമ്പോൾ എനിക്കെന്തോ ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവരുടെ കാല് എൻ്റെ ഈ കഴുത്തിൽ വെക്കും. വയറ അന്നി മജു, അവ വിചാരിക്കണം ഞാൻ ഭ്രാന്തനാണ്. എന്നാൽ വമാ ബി മിൻ ജുനൂൻ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പോൾ ഇതെന്തിനാ കഴുത്തിൽ ഇങ്ങനെ കാല് വെക്കണത്? അതിന് പണ്ഡിതന്മാരെന്താ വിശദീകരിക്കണം നോക്കണമല്ലോ. അപ്പോൾ ഇമാം ദഹബി പറഞ്ഞത് കാന യൗന്നുമൻ യറാവ് മസ്റുവൻ, അദ്ദേഹത്തിന് പിന്നെ കാണുന്ന ആൾക്കാർ അദ്ദേഹത്തിന് എന്തോ ബാധ ഏറ്റിട്ടുണ്ട് വിചാരിക്കും. ഫെജലിസ് ഫൗക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇരിക്കും. ലിയർക്കിയവും അദ്ദേഹത്തിന് റുക്കിയ ചെയ്യാൻ. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇത് വേറൊരുത്തർ റുക്കിയ ചെയ്യുന്നുണ്ടല്ലോ, അത് പണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിച്ചു, അതിൻ്റെ പണ്ഡിതന്മാരും പറഞ്ഞു. അതിന് പുറമെ വേറെ ചില ശൈഖന്മാരെയും ഈ വിശദീകരണം ഇങ്ങനെ തന്നെ പറഞ്ഞൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ ഇവർ ചങ്കിൽ ചവിട്ടുകാരനെ കളിയാക്കാൻ തുടങ്ങി. ചങ്കിൽ ചവിട്ടുകാരൻ പരിയാസം, അത് കാര്യപ്പെട്ടവരൊക്കെ പരിചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പുകൾ നമുക്ക് പിന്നെ വേണമെങ്കിലൊക്കെ പറയാമല്ലോ. അപ്പോൾ ഈ ഹദീസിനെ പരിഹരിച്ചാൽ എന്താ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതിലിപ്പോൾ സഹാബികൾ അത് ചെയ്യണം എന്താ, അതെല്ലാവരും പറഞ്ഞപ്പോൾ സഹാബികൾക്ക് ഈ വിഷയത്തിൽ ധാരണ ഉണ്ടായിരുന്നു. പിശാചബാധ ഉണ്ട്, ഉണ്ടെങ്കിൽ റുഖിയ നടത്തലുണ്ട്. അപ്പോൾ സഹാബികളെ കളിയാക്കി എന്താ, മുമ്പ് സഹാബികളെ കളിയിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഖുൽ അബില്ല വ ആയാത്തിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഫഖദ് കഫർത്തും ബഅദ ഈമാനിക്കും എന്ന് പറഞ്ഞ് അത് സഹാബിയുടെ പ്രവർത്തനം കളിയാക്കിയ. സഹാബികൾ പ്രവർത്തി നബി പഠിപ്പിച്ചിട്ട് പറഞ്ഞതനുസരിച്ച് അവർ ചെയ്യുള്ളൂ. ഇത് നബി പഠിപ്പിച്ചത് കൊണ്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ ഇവിടെ എടുത്തിൻ്റെ വിധി എന്താ, ഇപ്പോൾ ഹദീസ് നിഷേധമല്ലല്ലോ. അപ്പോൾ തൗഹീദ് തകർന്ന് നമ്മൾ പറഞ്ഞു, ഇത് ഹദീസിൻ്റെ വിഷയം. ഒരു ഹദീസ് നിശ്ചയിച്ചാൽ എന്താ അതിൻ്റെ വിധി? ഇത് എത്ര ഹദീസുകളാണ് തള്ളുന്നത്? ഇതിനെ പരിഹരിച്ചാൽ എന്താ വിധി? ഇത് റോഡിലിട്ട് പരസ്യമായിട്ട് ചങ്കിൽ ചവിട്ടി, കാരണം ജനങ്ങൾ എതിർക്കാൻ സാധ്യതയുള്ള വിഷയമൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇസ്ലാമിനോട് തകർക്കാൻ നോക്കുകയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണല്ലോ. അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവർ നിശ്ചയിച്ച് തള്ളിയത്. ഞാനതിലേക്ക് കയറുന്നില്ല. അങ്ങനെ പലതും പണ്ഡിതന്മാർ എഴുതി കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, പണ്ഡിതന്മാർ 10-38 ആൾക്കാരറ്റെ. അപ്പോൾ പെട്ടെന്ന് ഈ ബുക്ക് ഇറങ്ങുന്നതിന് വലിയ തിരുത്തിക്കോട്ടെ വിചാരിച്ച് എഴുതി കൊടുക്കേണ്ടത് കുറേ വിഷയമുണ്ട്. മാത്രമല്ല പണ്ഡിതന്മാരുടെ പേരിൽ ഇതിൽ കളവ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റബിയും റുഖിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണപ്പോൾ ഈ വാചകത്തിൽ കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഷെയ്ഖ് ഖറാവി വന്നിട്ടും മന്ത്രമല്ല പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇവർ കയ്യിൽ എന്തോ കിട്ടുന്നുണ്ടാ പറയണം. എന്നാൽ ഈ അസ്ഇല മുഹിമ എന്ന പുസ്തകം തുടക്കത്തിൽ ഷെയ്ഖ് പറയുന്നത് എന്തെന്നറിയോ, തുടക്കത്തിൽ റുഖിയ ഷറഅ് ഉണ്ട് എന്നാണ് വിശദീകരിക്കണം. അതിന് തുടക്കത്തിൽ കുറേ വിഷയം പറയണേ, 1-2 വാചകം ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന് പിന്നെ ഷെയ്ഖ് റബി വിശദീകരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പിന്നെ ഒന്ന് പറയാം, വർ റുഖിയത്തും മഷ്റൂഅത്തും ബിൽ ഖുർആൻ. ഷെയ്ഖ് റബി തുടക്കത്തിൽ തന്നെ പറയാം, റുഖിയ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അൽ ഖുർആൻ ഷിഫ, ഖുർആൻ ഷിഫയാണ്. റഹ്മത്തുൽ മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വലാ ദവ അൻജാമിന റുഖിയ ബിൽ ഖുർആനി വസുന്ന, ഖുർആൻ കൊണ്ടും സുന്നത്തും കൊണ്ടും ഉള്ള റുഖിയേക്കാൾ ഉപകാരപ്രദമായ ഒരു മരുന്നുമില്ല. ഇതൊക്കെ ഇദ്ദേഹം തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖിൻ്റെ ഈ വാചകം പോയി ചട്ടിയില കൊടുത്ത് കാണുമ്പോൾ ഷെയ്ഖ് ഖറാവി മന്ത്രമല്ല പഠിപ്പിച്ചറിയുമ്പോൾ മന്ത്രമല്ല എന്ന് അതിന് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് പറയാം. പക്ഷേ ഇതേ ബുക്കിൽ ഷെയ്ഖ് തുടക്കത്തിൽ പറയുന്നു, വീണ്ടും പറയാം, അപ്പോൾ 5 ഇലാജില്ല ഇല്ല സിഹിരി വല്ലൈനി വൽ ഹുമ, വിഷത്തിന്, കണ്ണേറിന്, അതുപോലെ സിഹിറിന് ഏറ്റവും നല്ല ചികിത്സ റുഖിയത്തു ഷറയ്യ ബിൽ ഖുർആനി വസുന്ന, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ആണ് ഏറ്റവും നല്ല ചികിത്സ എന്നൊക്കെ ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. വീണ്ടും ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് ശരിക്കും ഖുർആൻ ഓതൂലെങ്കിൽ അൽ യജൂസുലു അൻ ഇറക്കി, അയാൾക്ക് റുഖിയ നടത്താൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം അൽ യജൂസുലു അൻ ഇറക്കിയ ഇത് അൽത്തറ ഇലാദാലി, അങ്ങനെ അയാൾ നിർബന്ധിതനായ അതും ചെയ്യാം, ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ചെയ്ത് കൊടുക്കാം എന്നിതിന് പറഞ്ഞു. അടുത്തൊരു ചോദ്യം, അൽ തജു റുഖിയത്തുൽ കാഫിർ, ഒരു കാഫിറായ ആൾക്ക് റുഖിയ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഷെയ്ഖ് റബി പറയാണ്, ഇതൊക്കെ റബി പറയാം. അപ്പോൾ കാഫിറിനും പറ്റും. അപ്പോൾ കൂടുതൽ വിഷയം ഇതൊക്കെ അതിൽ വിഷയം ഈ ബുക്കിൽ തന്നെ. ഇപ്പോൾ ആ മൗലവി ഇവിടെ എന്താണ് അസ്ഇല മുഹിമ എന്ന ബുക്ക് വായിച്ച് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹം പിന്നെ ഇതല്ല പഠിപ്പിച്ചു, റുഖിയല്ല പഠിപ്പിച്ചത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അതേ ഇതിൽ ഈ ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കണം, റുഖിയ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അത് ശ്രദ്ധിക്കണം, ചില മാനദണ്ഡങ്ങളുണ്ട്. ഷെയ്ഖ് അൽബാൻ്റെ പേരിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയും റുഖിയ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇല്ലയെന്ന് വരുത്തി. ആലു ഷെയ്ഖിൻ്റെ പേരിൽ ഇതിൽ കളവ് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ എഴുതി കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞെന്തോല്ലോ, നിങ്ങൾ ഒപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ, ശരിക്കും ഒപ്പിട്ടിട്ടില്ല. അങ്ങനെയാണ് ഒരു ജമിയത്തുൽ ഉലമ ചെയ്യേണ്ടത്. അതിൽ തെറ്റുണ്ടെങ്കിൽ ഉടനെ തിരുത്തേണ്ടത്. എത്ര പേടിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ജമിയത്തിൻ്റെ പേരിലൊരു ബുക്ക് അറിയുമ്പോൾ അതിൽ തെറ്റ് വരാൻ പാടില്ല എന്നല്ല വിചാരിക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ, അതിൽ ഒപ്പിട്ടൊന്നുമില്ല. അപ്പോഴും നമ്മുടെ സാധുക്കൾ ഈ പറയുന്ന നേരെ എന്നേക്ക് വിചാരിച്ചിട്ട് കുറേ ഒപ്പ് ശേഖരിച്ച് കൊണ്ടുപോയി അത്
നമ്മൾ പൊട്ടംപൊഴി എടുത്തതല്ലാതെ ഒപ്പിട്ടിട്ടും യാതൊരു ഇന്ന് വരെ ഒരു തിരുത്തലും ഈ പറഞ്ഞു 38 പോത്തുകൾ. അതിലൊരുത്തം പറഞ്ഞതാണ് 38 ആൾക്കാർ ഇത് എഴുതി കൊടുത്തപ്പോൾ അതിന് പറഞ്ഞാണ് 38 പോത്തുകൾ എന്നാണ് അതിന് പ്രതികരിച്ചിട്ടുള്ളത്. അള്ളാഹു കാക്കട്ടെ. ചിലപ്പോൾ സലഫി പറഞ്ഞ ഷെയ്ഖ് റബീൻ്റെ ഫത്വ ഇന്നത്തെ പ്രത്യേകമായ നമ്മുടെ നാട്ടിലെ ചില സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഒന്ന് വായിക്കണം നല്ല എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ 27-29 പേജുകളിൽ ഷെയ്ഖിനോടൊന്ന് പറയുകയാണ്, എൻ്റെ നാട്ടിൽ ഈ ഷിർക്കും ഖുറാഫത്തും വ്യാപകമാണ്, അത്തരം സിദ്ധന്മാർ മന്ത്രവാദികൾ ധാരാളമുണ്ട്, ആളുകളെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ റുക്കിയക്കൊന്ന് ഒരിതായി ഇരുന്നാലോ, ഞാൻ സലഫിയാണല്ലോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം പറയും വേണ്ട, ഉത്തർക്കും യദ്ഹബൂൻ ഒരാഴ്ച ഒരു പോയിക്കോട്ടെ, ഇത് നോക്കണ്ട, അവരെ കാര്യം മിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയാം യാ ഷെയ്ഖ് ലാക്കിൻ ഹും എഴുത്തുന ഇലയ്യ, ഒരിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഷെയ്ഖെ, റുക്കിയക്ക് വേണ്ടി എന്നെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് പറയാം ഉത്തർക്ക് ഒഴിവാക്കി. ഒരു വരാൻ കടന്താണ്, നീ റുക്കിയക്ക് വേണ്ടി പ്രത്യേകമായി ഇരുന്നുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വരുമല്ലോ, അവിടെ ഇനി അത് ഇരിക്കേണ്ട കാര്യമില്ല, എന്നെ അല്ലാതെ ഏൽപ്പിച്ചിട്ടുമില്ല എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയാണ് ഈ കഥ. മദീനയിൽ ഞങ്ങളുണ്ടായിരുന്ന ഞങ്ങൾ കൂട്ടുകാരനായ നല്ല സലഫിയാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ആൾക്ക് തൗഹീദ് മനസ്സിലാക്കിയിരുന്നു. സൂഫികൾക്കെതിരെ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. ഇത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഈ കഥ അദ്ദേഹത്തിന് മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന അല്ലം തു ഫുലാനൻ അനു, ഞാൻ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഈ റുക്കിയൊക്കെ ഒരാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അന അല്ലം തു ഫുലാന റുക്കിയ വല്ലാൻ ഇറക്കി, ഇന്നിപ്പോൾ ഓം റുക്കിയ ചെയ്യുന്നുണ്ട്, വയഹദു ഫുലൂസൻ, ഓനിപ്പോൾ നല്ല ഞാനവനെ പഠിപ്പിച്ചു കൊടുത്തത്, എന്നിട്ട് ഓൻ വലിയ പൈസ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം കത് യഹുദ് അല റുക്കിയത്തി 14,000, ഒരു റുക്കിയക്ക് 14,000 റിയാൽ വരെ ഓനിപ്പോൾ വാങ്ങുന്നുണ്ട്. ഞാനാണ് പഠിപ്പിച്ചു കൊടുത്ത ആൾ, പക്ഷെ ഓനിപ്പോൾ അത് പൈസ ഉണ്ടാക്കുന്നത്, അവിടെ ഞാനും അങ്ങനെ ഒരു റുക്കിയക്ക് ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഈ ഒരു വിഷയത്തിന് പ്രവേശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ന്യായം, അല്ല ധാരാളം ആളുകൾ സാഹിറന്മാരെ കൂടെ കൂടുന്നു, സിദ്ധന്മാരെ കൂടെ കൂടുന്നു, അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല വഴി ഇതാണല്ലോ എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, നീ ചെയ്യേണ്ടതില്ല, നീ തൗഹീദിലേക്ക് ക്ഷണിച്ചോ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾ കേട്ടില്ല. അങ്ങനെ അദ്ദേഹം റുക്കിയക്ക് വേണ്ടി ഇരുന്നു. അങ്ങനെയാണ് അദ്ദേഹം റുക്കിയക്ക് ഇരുന്നു, പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അത് വലിയൊരു ബിസിനസ്. അപ്പോൾ പേരെന്താണ്, ആളുകൾ സാഹിറുമാരടുത്തേക്കും മന്ത്രവാദിക്കും പോകാതിരിക്കാൻ വേണ്ടി തൗഹീദുള്ള റുക്കിയ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ വരുമാനമായി മാറി. അങ്ങനെ വരുമാനമായി മാറി എന്നല്ല, സുമ്മബാഴ്താടിക്ക് അന്നാസുനാഫസൂഹു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ രംഗത്ത് മത്സരമായി. അങ്ങനെ വാഹിദും ഫി റിയാദ്, വാഹിദും ഫി തബൂക്ക്, വാഹിദും ഫി ജിദ്ദ, റിയാദിലൊരാൾ, തബൂക്കിലൊരാൾ, ജിദ്ദയിലൊരാൾ, എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ റാക്കിമാർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഇയാൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇയാൾക്ക് എന്നൊരു വരുമാനം കുറഞ്ഞു. ഇയാൾക്ക് വന്ന ആളുകളാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഡിവൈഡ് ചെയ്ത് പോണത്. അപ്പം ഇദ്ദേഹം വന്ന് എഴുതിയതാണ് ഇന്ന ഷൈത്താൻ ലാ യദ്ഖുലു ഫിൽ ഇൻസാൻ, അങ്ങനെ പിശാചുവാദമൊന്നുമില്ല എന്ന് ഇയാൾ എഴുതാൻ തുടങ്ങി. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇദ്ദേഹം റുക്കിയ നടത്തിയ കാലത്ത് ഇയാൾ റുക്കിയ നടത്തുക മാത്രമല്ല, ഇയാൾ ആളുകൾ അടിക്കുമായിരുന്നു, ഉഹ്റുജായതുവല്ലെന്ന് പറയുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അവസാനം സുമ്മലമ്മാഹു, ഈ രംഗത്ത് പല ആളുകളും വന്നപ്പോൾ ഇവർ പറഞ്ഞു ഷൈത്താൻ പ്രവേശിക്കില്ല. ഷെയ്ഖ് അല അഴിബുൻ വഹിയരുന്ന, ഇതൊരു അഴിബാണ്, ഇതൊരു പോരായ്മയാണ്, വഷളത്തരമാണ്. വഹിയരുൻ, ചില കുതന്ത്രങ്ങളാണ്, ചില കുതന്ത്രങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ചില സോഷ്യൽ മീഡിയ ചർച്ചകളും ഇത്ര സമാനമായ സംഭവങ്ങളും നമ്മൾ നാട്ടിൽ കാണുമ്പോൾ ഈ ഫത്വ എത്ര കണ്ട് ഈ ഹദീസ് നിഷേധികൾക്ക് ഫിറ്റായി വന്നത്. ഇതിനാണ് കഷ്ടം കുറിച്ചൊരു ഭാഗം വായിച്ചിട്ട് വിശ്വത്തിനെതിരെ ഇപ്പോൾ ചില ആളുകൾ കൊപ്പത്ത് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് കൂടി സൂചിപ്പിക്കാം. തീർച്ചയായും. അപ്പോൾ ഇതിൽ പിന്നെ നിഷേധത്തിലേക്ക് പോകും തോറും ഈ പറഞ്ഞ സംഗതിനെ ഒരു കൂട്ടരെ മുവഹിദുകളെ കരിവാരിത്തേക്കാനും ആക്ഷേപിക്കാനും വേണ്ടി നിഷേധത്തിലേക്ക് പോകും തോറും ഇവർ കൂടുതൽ കൂടുതൽ കുഴിയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്, പ്രമാണത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതുപോലെ തന്നെ കൂടെ കൂടിയ ചില ആളുകളെ തൃപ്തിപ്പെടുത്താനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ ചിലതൊക്കെ നിഷേധിച്ച് തള്ളേണ്ടി വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതെ അതെ, ഇതേമാതിരി നിഷേധിക്കണ ഒരു ഇസ്ലാമിലുള്ളത് അതുപോലെ സമ്മതിച്ച് നമ്മൾ പോവുക, അതന്നെയാണ് അതിലുള്ള പരിഹാരം. നിഷേധിക്കാനും പോകുന്നില്ല, പ്രമാണത്തിൽ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാനും തയ്യാറല്ല. അള്ളാഹു ആ ഒരു മാർഗത്തിൽ തന്നെ നിലനിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇവർ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഈ കൂട്ടരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ വിഷയം. ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കേണ്ടി വരുന്നു,
പ്രമാണങ്ങൾ ചിലതൊക്കെ നിഷേധിച്ച് തള്ളേണ്ടി വരുന്നു, ചിലതൊക്കെ ഒപ്പിക്കേണ്ടി വരുന്നു. ഇതേപോലെ തന്നെയുള്ളൊരു സംഗതിയാണ് ഇൽമ് പറഞ്ഞു തന്ന ഉസ്താദുമാരെയും ആക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ ഒക്കെ തിരസ്കരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ. അതുകൂടി ഇന്ന് നമ്മൾ ഇക്കൂട്ടരിൽ കാണുകയാണ്. അതായത് ഒപ്പം ഇരുന്ന് അന്ന് വലിയ ആദരവോടുകൂടി കൂടെ ഇരുന്ന് അവരിൽ നിന്ന് ദീന് ഇൽമ് സ്വീകരിച്ചിട്ട് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ഇതൊക്കെ പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി ആ ഉസ്താദുമാരെ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹത്തെ പരസ്യമായി പൊതു പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ, നമുക്ക് കേൾക്കുമ്പോൾ വലിയ പ്രയാസമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ കൂട്ടർ പറയുകയാണ്. അപ്പോൾ അതിൽ ഒരു സംസാരം, പല ആളുകളും ഈ നിലക്ക് സംസാരിക്കുന്നുണ്ട്. ഒരു സംസാരത്തിൻ്റെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം ആദ്യം. ഇസ്ലാമിലെ അഖീദ അവർക്കറിയില്ല. അഖീദയുടെ ഒരൊറ്റ കിതാബ് ഈ ആളുകൾ വായിച്ചു നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മരിച്ചു പോയിട്ടില്ല ബഹുമാനായ ഹംസ ബാഖവി ജീവിച്ചിരിക്കുന്ന ആളാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. ഹംസ ബാഖവി പലപ്പോഴും നമ്മുടെ തുറക്കലുണ്ടായിരുന്ന മരണപ്പെട്ടു പോയ അബ്ദുൽ ജബ്ബാർ മൗലവിയോട് പറയുന്നൊരു വാചകമുണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എന്തേ ഹംസ ബാഖവി ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഹംസ ബാഖവി ജബ്ബാർ മൗലവിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്. നിന്ന് തിരിയും. ജബ്ബാർ മൗലവിയോട് ഹംസ ബാഖവി ആവർത്തിച്ച് പറഞ്ഞിരുന്ന വാചകമുണ്ട്, മൗലവി നിങ്ങളൊരു 3 അഖീദയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ. ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ്, ഈ വിശദീകരണം നടത്തുന്ന ഇടയിൽ നിങ്ങൾ അഖീദയുടെ പണ്ഡിതന്മാർ എഴുതിയ 3 കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അഖീദയുടെ കിതാബുകൾ അറിയില്ല, ഇസ്ലാമിന്റെ അഖീദ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. തുറക്കലുള്ളൊരു അബ്ദുൽ ജബ്ബാർ മൗലവി എന്നാണ് പറഞ്ഞത്. ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരൊറ്റ അഖീദ കിതാബ് പോലും വശമില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത ഒരാളാണ് എന്നൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം പറയണത്. യഥാർത്ഥത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു വൈജ്ഞാനിക തലം എന്തായിരുന്നു? ഫൈസൽ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ദീനി രംഗത്ത് ഇൽമിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്തായിരുന്നു എന്ന്? തീർച്ചയായും ഒരു വൈജ്ഞാനിക രംഗത്ത് നമുക്കൊക്കെ എല്ലാ അർത്ഥത്തിലും മാതൃകയായി നമ്മൾ ജീവനോടെ കണ്ട പണ്ഡിതന്മാരിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പണ്ഡിതനാണ് നമ്മുടെ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ്. അദ്ദേഹം യഥാർത്ഥത്തിൽ വേങ്ങര കുറ്റൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്മ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന സമസ്തയുടെ സഹയാത്രികനായിരുന്നു. പക്ഷെ വലിയ ആഴത്തിൽ ദീനു പഠിച്ച, അനന്തരാവകാശ നിയമങ്ങളിലൊക്കെ വലിയ അവഗാഹമുള്ള, ആ രംഗത്ത് കുറേ നല്ല രചനകൾ അക്കാലത്ത് നിർവഹിച്ച ആൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറ്റൂർ കമ്മ മുസ്ലിയാർ. പക്ഷേ ഈ സമസ്തയുടെ കൂടെയാണ് അദ്ദേഹം കഴിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. വളരെ ചെറിയ പ്രായം മുതൽ ദീനു പഠിച്ചു, ആ വഴിയിലൂടെ വന്നു. പിന്നീട് തൗഹീദ് മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയും ഈ രംഗത്ത് ശക്തമായി അദ്ദേഹം തൻ്റെ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് അഖീദ ഗ്രന്ഥം വായിച്ചിട്ടില്ല, അദ്ദേഹത്തിന് വിവരമില്ല, അല്ലെങ്കിൽ കിതാബ് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നു മാത്രമല്ല, ഇവിടെ സലഫി അഖീദയെ ഈ സമസ്തക്കാരായ ആളുകൾ, അവിടുത്തെ പുരോഹിതന്മാർ അത് വിമർശിച്ചപ്പോൾ അതിനെതിരെ പ്രത്യേകമായി പുസ്തകം പോലും ഇറക്കുകയാണ് ജബ്ബാർ മൗലവി. ഇബ്നു തൈമിയ്യയും വിമർശകരും സലഫി അഖീദയും എന്ന പേരിൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് എഴുതിയ പുസ്തകമുണ്ട്. സമാനമില്ലാത്തൊരു ഗ്രന്ഥമാണ്. സലഫി അഖീദയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സലഫി അഖീദ എന്താണ് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം. അതിൽ അദ്ദേഹം സലഫി അഖീദയുടെ ആദ്യകാല ഗ്രന്ഥങ്ങൾ ധാരാളം അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖിയുടെ അസ്മാഉ സിഫാത്ത് പോലെ, ഇമാം അഹ്മദിൻ്റെ അസുന്ന പോലെ ഒക്കെയുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട അഖീദ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയെത്ര ഉദ്ധരണികൾ അദ്ദേഹം നൽകുന്നത്. അതേപോലെ നമ്മളിന്ന് പറയുന്ന അഖീദയാണ് ശരി, അഹ്ലുസുന്ന അഖീദ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും സമസ്തക്കാരും കളിയാക്കുന്ന രൂപത്തിലല്ല എന്നും അവർ പറയുന്ന ആശയം ശരിയല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയും ധാരാളം ഉദ്ധരണികൾ വ്യത്യസ്തമായ അഖീദ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഗ്രന്ഥം വല്ലാത്തൊരു ഗ്രന്ഥമാണത്. ശരിക്കും സലഫി അഖീദ പഠിക്കാനും ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി അടുത്തറിയാനും ഇതിനേക്കാൾ നല്ല ഗ്രന്ഥം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ആ ഒറ്റ പുസ്തകം വായിച്ചാൽ തന്നെ മൗലവിയുടെ ഒരു വായനയുടെ വ്യാപ്തി, അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൻ്റെ ആഴം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതേപോലെ വ്യത്യസ്ത വിഷയങ്ങൾ, സമസ്തക്കാരുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അത്ര ഒരു അവഗാഹം ഞങ്ങളാരും കണ്ട പണ്ഡിതന്മാരിൽ നമുക്കാർക്കും അനുഭവപ്പെട്ടില്ല. അതിന് മുമ്പ് കഴിഞ്ഞ് പോയ ധാരാളം പണ്ഡിതരുണ്ടാവാം, പക്ഷെ ഞങ്ങളൊക്കെ കണ്ട് വന്ന പാടുകൾ, ഞാനൊക്കെ 2002-2003 മുതൽ
അബ്ദുൽ ജബ്ബാർ മൗലവിയുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 2019 മൗലവി വഫാത്താകുന്നത്. ആ 2019 വഫാത്താകുന്നതിൻ്റെ തലേ രാത്രി അടക്കം, അദ്ദേഹം മരിക്കുന്ന ആ അവസാന രാത്രി അടക്കം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂടെയുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 15-16 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളമായി സഹവസിക്കുകയും, കേവലം ഒരു പരിചയം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളമായി സന്ദർശിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ധാരാളം വന്നിട്ടുണ്ട്. ഒരു മുഖാമുഖമോ സംവാദമോ ഒക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതിനുവേണ്ടി മാസങ്ങൾ മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസാരിച്ച വ്യക്തി അടക്കമുള്ള ആളുകൾ കൂടിയിരുന്നു കൊണ്ട് വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ ചില വിഷയങ്ങൾ കാണാം. ഉദാഹരണം മണ്ണാർക്കാട് സംവാദം 2004 മണ്ണാർക്കാട് സംവാദം ഉണ്ടാകുന്നത്. ആ സംവാദത്തിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് 2 മാസത്തോളം അദ്ദേഹത്തിന് കൂടെ ഞങ്ങളൊക്കെ ജാമിയ സലഫിയയിലും അതേപോലെ വ്യത്യസ്തമായ സ്ഥലത്തുമൊക്കെ ഞങ്ങൾ കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ വിഷയത്തിൽ നല്ലൊരു പഠനം നിർവഹിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഈ സംവാദത്തിൽ സമസ്തക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 10 ചോദ്യം അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നു. സമസ്തക്കാർ ഈ സംവാദത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അദ്ദേഹം എഴുതിയ 1ാമത്തെ ചോദ്യം എന്താണോ അതേ ചോദ്യമാണ് സമസ്തക്കാർ ചോദിച്ച 1ാമത്തെ ചോദ്യം. മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും ചോദിച്ച ഫസ്റ്റ് ചോദ്യം ജബ്ബാർ മൗലവി എഴുതിയ ഈ 10 ചോദ്യത്തിൽ 1ാമത്തെ ചോദ്യമായിരുന്നു. അത്രയേറെ എതിരാളികളുടെ നീക്കം എങ്ങനെയാണ്, അവർ റൂട്ട് എന്താണ്, അവർ ഏത് വഴിക്കാണ് പോവുക എന്നതുവരെ ആഴത്തിൽ മനസ്സിലാക്കി അത് പ്രതിരോധിക്കാൻ ആവശ്യമായ വൈജ്ഞാനികമായ പിൻബലം ഈ സംസാരിച്ച മനുഷ്യന്മാർക്കടക്കം ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹമാണ്. സോഷ്യൽ മീഡിയ ധാരാളമായി പ്രചരിച്ചൊരു വല്ലാത്തൊരു ഫോട്ടോയുണ്ട്. ഈ സംസാരിച്ച അനസ് മൗലവിയും അതുപോലെ ഹനീഫ് ജബ്ബാർ മൗലവിയുടെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ, അത് വല്ലാത്തൊരു ഫോട്ടോയാണ്. നമുക്കത് കാണാം സ്ക്രീനിൽ ആ ഫോട്ടോ. അത് അദ്ദേഹത്തിൻ്റെ വലത്തും എടുത്തുമായി ഇവർ രണ്ടുപേരും ഇരിക്കുകയും അങ്ങനെ ജബ്ബാർ മൗലവി ഇമാം നവവിയുടെ ശറഹ് മുഹദ്ദബ് വായിച്ചു കൊടുക്കുകയും അത് ഇവർ രണ്ടുപേരും വളരെ സാഗൂതം കണ്ടോ എത്ര വിനയാന്വിതരായ ശിഷ്യന്മാരെ പോലെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൽ നിന്ന് കേട്ട് ചോദിച്ചു പഠിച്ച് അങ്ങനെ അറിവുണ്ടാക്കി ഇവിടെ തൗഹീദി പ്രചാരണ രംഗത്ത് ഇറങ്ങിയ മനുഷ്യന്മാരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയണത് അദ്ദേഹത്തിൽ നിന്നും കിതാബ് അറിയില്ല, സലഫി അഖീദ അദ്ദേഹം പഠിച്ചിട്ടില്ല, അഖീദ ഗ്രന്ഥം വായിച്ചിട്ടില്ല, 3 അഖീദ കിതാബിന് വായിക്കാൻ അദ്ദേഹത്തെ പലരും ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അഹങ്കാരത്തിൻ്റെ ശബ്ദമാണത്. മാത്രവുമല്ല അദ്ദേഹം എഴുതിയ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ കൂട്ടുപ്രാർത്ഥന, ഇതിൽ മാത്രത്തിൽ പുസ്തകമുണ്ട്. കൂട്ടുപ്രാർത്ഥന ഇതാണ് മദ്ഹബിലുള്ളത് എന്നാണ് ഇതിൻ്റെ പേര്. 4 മദ്ഹബിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഫിഖ്ഹിലെ ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഉദ്ധരണി അദ്ദേഹം കൊടുക്കും. ഫറായിദ് അനന്തരാവകാശ നിയമത്തിൽ അത്ര അവഗാഹമുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവഗാഹം എത്ര അദ്ദേഹം അനന്തരാവകാശ നിയമങ്ങളെ മാത്രം മലയാളത്തിൽ കവിതകളാക്കി പുസ്തകം എഴുതിയ ആളാണ് ജബ്ബാർ മൗലവി. അനന്തരാവകാശ നിയമങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ ഏതാണ്ട് ഒരു 100 താഴെ പേജ് വരുന്ന ഒരു പുസ്തകം, അത് കംപ്ലീറ്റ് മലയാളം കവിതയാണ്. അനന്തരാവകാശ നിയമത്തിലെ എല്ലാ വശങ്ങളും അതിൽ പരാമർശിക്കുന്നു. ഭയങ്കര രസകരമായി ആനന്ദിച്ച് ആസ്വദിച്ച് നമുക്ക് നന്നായി പാടി പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം. നമ്മളൊക്കെ കുട്ടികൾക്ക് അത് പഠിപ്പിക്കാൻ പറ്റും. അനന്തരാവകാശ നിയമം അത്ര ഭംഗിയായി മലയാളത്തിൽ, അതും കവിതയായിട്ട്. അപ്പോൾ മലയാള ഭാഷയിൽ പോലും അത്യാവശ്യം പ്രാവീണ്യമുണ്ടെങ്കിലല്ലേ അത് കവിതയാക്കാൻ കഴിയുള്ളൂ. ആ നിലയ്ക്ക് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതേപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിമർശനങ്ങൾ ഇവർ കൊണ്ടുവന്നപ്പോൾ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏത് രംഗത്ത് അദ്ദേഹം പുസ്തകം എഴുതാത്തത്? നമ്മുടെ സംവാദങ്ങളിൽ, മുഖാമുഖങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ഒരു സേവനമാണ്. സക്കരിയ സുലാഹി റഹിമഹുല്ലാഹ് അടക്കമുള്ള ഈ കായക്കൊടിയും അനസ് മൗലവിയും അടക്കമുള്ള ആളുകൾക്ക്, നമുക്കെല്ലാം തന്നെ ഈ രംഗത്തേക്ക് ഇറങ്ങാൻ യഥാർത്ഥത്തിൽ ഒരു ധൈര്യം പകർന്നതും കിതാബുകളുടെ ലോകവുമായി നമ്മളൊക്കെ ബന്ധപ്പെടുത്തിയതും യഥാർത്ഥത്തിൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് തന്നെയാണ്. അവസാന സമയങ്ങൾ വരെ ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യുകയും അതും ദുന്യവിയായ ഒരു താല്പര്യങ്ങളുമില്ലാതെ വിനയാന്വിതരായി മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ അങ്ങേറ്റം വികാസോടുകൂടി ഈ രംഗത്ത് ഒരാളുടെയും പ്രശംസയോ ആക്ഷേപമോ വകവെക്കാതെ സേവനം ചെയ്ത വല്ലാത്തൊരു വ്യക്തിത്വമാണ് ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ്. ഒരു പക്ഷേ ഈ അടുത്ത 3-4 വർഷങ്ങളിലായി തൗഹീദൊക്കെ മനസ്സിലാക്കി വന്ന ആളുകൾക്ക് പക്ഷേ ജബ്ബാർ മൗലവി അറിയണമെന്നില്ല. മാത്രവുമല്ല അദ്ദേഹം തയ്യാറാക്കിയ ഒരു 6 വാള്യം അറബി ഒരു ക്രോഡീകരണമുണ്ട്. സമസ്തക്കാരുമായി ഏതൊക്കെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു എന്നത് അദ്ദേഹം അതിൽ നിന്ന് കോട്ട് ചെയ്ത് ക്രോഡീകരിച്ചുകൊണ്ട് 6 വാള്യം അറബിയിൽ, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല,
അറബിയിൽ 6 വാള്യങ്ങളാക്കിക്കൊണ്ട് ഇസ്തിഹാസ, തവസ്സുല്, തബറുക്ക്, ഒയ്ബറിയൽ തുടങ്ങി ഇത്തരം എല്ലാ വിഷയത്തിലും സമസ്തക്കാരുടെ വാദം, നമ്മുടെ വാദം, അതിൽ അവരനുകൂലമായി അവർ ഉദ്ധരിക്കുന്ന കിതാബുകളുടെ ഉദ്ധരണികൾ, അതിന് പറയാവുന്ന മറുപടികൾ, നമുക്കനുകൂലമായി പറയാവുന്ന ഉദ്ധരണികൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് 6 വാള്യങ്ങളെ അറബിയിൽ അദ്ദേഹം ക്രോഡീകരിച്ച ഒരു ക്രോഡീകരണമുണ്ട്. എൻ്റെ കൈവശമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വർഷങ്ങളെടുത്ത് അദ്ദേഹം അത് ക്രോഡീകരിച്ചതാണ്. അവസാനം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് ജാമ്യയിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ കായക്കൂടി ഇദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ജബ്ബാർ മൗലവിയിൽ നിന്ന് നയിക്കുന്ന പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഞങ്ങളൊക്കെ പലരും ജബ്ബാർ മൗലവിയുടെ കൂടെ നിന്ന് ഈ അറബി ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് അത് മനസ്സിലാക്കി പോകുന്നവരാണ്. നമ്മുടെ ഹിക്കമിമാർ പലരും അദ്ദേഹത്തിന് ഇതിൻ്റെ 2, 3, 4 വാള്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വിശദമായി ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കി പോകുന്നതാണ്. ഇന്ന് നമ്മൾ ജാമ്യയിൽ 6 വാള്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് കിതാബ് അറിയില്ലായിരുന്നു, അഖീദ കിതാബ് വായിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ ധിക്കാരമാണ് എന്നതാണ് നമുക്കിത് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അത്ര അറിയുന്ന ആളല്ല ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ നേരത്തെയും പല സുഹൃത്തുക്കളും ഉസ്താദുമാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈകാരികമായ അടുപ്പം, വല്ലാത്തൊരു സ്നേഹം അദ്ദേഹത്തോട് എന്നും തോന്നിയിട്ടുണ്ട്. അത് അള്ളാഹു ഇട്ട് തരുന്ന ഒരു സ്നേഹമാണല്ലോ ഉസ്താദുമാരോട്, ഇൽമിൻ്റെ ആളുകളോട്, ഇൽമിന് വേണ്ടി സേവനം ചെയ്തവരോട് അള്ളാഹു ഇട്ട് തരുന്ന ഒരു സ്നേഹമാണ്. പക്ഷേ ഇവിടെ എന്തിനൊക്കെയോ വേണ്ടി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു. അതെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വേറെന്ത് പറയാനാണ് നമ്മൾ അങ്ങേറ്റത്തെ ഒരു സംഘടനാ ജ്വരമൊക്കെ ബാധിക്കുമ്പോൾ തീർച്ചയായും ഇത് പലരും അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയ പല ആളുകളും പല അനുഭവങ്ങളും പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്വാധീനം വളരെ വലുതാണ്. അബൂബക്കർ സൽഫി ഇതിൽ വിഷയത്തിൽ കൂട്ടി. അത് ഫൈസൽ മൗലവി പറയുമ്പോൾ ഞാൻ സത്യത്തൊക്കെ ആദ്യം കേൾക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം ഇൽമു തേടി കൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രയാസമാണുള്ളത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വിനയം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുഭവങ്ങളൊന്നും എനിക്കില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഫൈസൽ മൗലവിക്കൊക്കെ ഒരുപാടുണ്ടാവും. അതുതന്നെ അദ്ദേഹത്തിൻ്റെ വിനയം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ്. ഒരിക്കൽ നമ്മൾ സക്കറിയ മൗലവി റഹിമഹുല്ല ഒരു ക്ലാസ് തഹ്രീജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നോടൊന്ന് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മൗലവി ഭാഗം ശ്രദ്ധിച്ച് കളി എനിക്ക് ഭയങ്കര അത്ഭുതം. ആ ഒരു വിനയം കാര്യം എനിക്കൊക്കെ ആകെ ഒരു ഇതാകുക, എന്താ ഇത്ര വലിയൊരു പണ്ഡിതൻ വലിയൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ സാധുവായിട്ട് സദസ്സിൽ വന്നിങ്ങനെ ഇരുന്ന് അതിങ്ങനെ കേൾക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയും. അപ്പോൾ ഈ ശരിക്കും ഈ വിനയം എന്ന് പറഞ്ഞാൽ 2 നിലക്കുള്ള വിനയമാണല്ലോ. ഒന്ന് പിതാക്കന്മാർ, മറ്റൊന്ന് ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ കിതാബ് നബി തിരുമേനിയുടെ ഹദീസ്, അതിൻ്റെ മുമ്പുള്ള വിനയം. അതിനെ വല്ലാതെ അത്ഭുതപ്പെടുന്നു അദ്ദേഹം. സാധാരണ ഒരു ആയത്തെ ഹദീസോ നമ്മൾ ചിലരൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് കേൾക്കാത്തത് പുതിയ കേൾക്കുമ്പോൾ ഉടനെ തള്ളാനുള്ളൊരു പെട്ടെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പലരും പറയുന്നുണ്ട് ഒരു തത്വനില, അന്നാസു ആദാവുമാ ജഹീലു അറിയാലോ, വിവരമില്ലാത്തതിൻ്റെ ശത്രുക്കളാണ് ജനങ്ങൾ. കുറച്ച് പ്രായം കൂടുമ്പോൾ ചിലർക്ക് കുറച്ചുകൂടി കൂടും, അല്ല പഠിച്ചിട്ട് മാറ്റില്ല, പുതിയ കേൾക്കില്ല, ഒരു പുതിയതായിട്ട് എന്തോ വന്നെന്നൊക്കെ പറയും. പക്ഷേ ജബ്ബാർ മൗലവിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1-2 അനുഭവമുണ്ട്. എന്തും ഇപ്പോൾ പുതിയൊരു ഹദീസ് ഇങ്ങനെ ഉണ്ടെന്നാൽ അതിനാണ് കീഴടങ്ങും, വേറെ ഒന്നുമില്ല. മുമ്പ് പറഞ്ഞ അതൊന്നുമല്ല. ഹദീസ് എന്നാൽ എന്തൊരു വില ഉള്ളതാണ്. ആദ്യത്തെ ഹദീസും അതിനൊക്കെ വേറെയുള്ള പണ്ഡിതന്മാരുടെ സംസാരങ്ങളൊക്കെ അതിൻ്റെ മുമ്പ്. ഇന്നിപ്പോൾ പലരും നമ്മൾ നേരിടുന്ന പ്രശ്നം തന്നെ പലതും എന്താണ്, അയാൾ മുമ്പ് കേട്ടില്ല, അത് കേട്ടില്ല, അതുകൊണ്ട് അത് അംഗീകരിക്കില്ല, ഇത് അംഗീകരിക്കില്ല. ആയത്തും ഹദീസുകൊണ്ട് വന്ന് അതിൻ്റെ മുമ്പ് കീഴടങ്ങിയതല്ലേ. ആ വിഷയത്തിലൊക്കെ ഒരു മഹാ അത്ഭുതമായിട്ട് അബ്ദുസ്സലാം സുല്ലമി റഹിമഹുല്ലാ സ്വഹീഹ് ബുഖാരി ഹദീസിനെ വിമർശിച്ചു. നമ്മുടെ കുട്ടികൾ ഇദ്ദേഹത്തോട് പോയി പറയുന്നുണ്ട്, ജബ്ബാർ മൗലവിയോട് പോയിട്ട് പറയുകയാണ്. ഈ സലാം സുല്ലമിയുടെ ചില ലേഖനം കാണിച്ചു കൊടുത്തിട്ട് സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് അദ്ദേഹം ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ജബ്ബാർ മൗലവി കരഞ്ഞു. ഇത് വായിച്ച് അദ്ദേഹം കരയാണ്. അദ്ദേഹം ഇമാം ബുഖാരിയെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച വല്ലാത്തൊരു സമയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിനയം, എത്ര ചെറിയ കുട്ടി പ്രസംഗിച്ചാലും മൗലവിയോടെ കേൾക്കാൻ വരുമെന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കില്ല, ഒരിക്കലും സ്റ്റേജിൽ ഇരിക്കില്ല. അദ്ദേഹം എവിടെയെങ്കിലും ആ സദസ്സിൻ്റെ ഏറ്റവും പിറകിൽ ആരും അറിയാതെ, അതും കസേരയിൽ പോലും വരില്ല, ഏതെങ്കിലും ഒരു മറവിലോ ഒരു മരത്തിൻ്റെ സൈഡിലോ എവിടെയൊക്കെ പോയി ആ മുണ്ടും തോളിലിട്ട് അദ്ദേഹം അങ്ങനെ നിൽക്കും. അങ്ങനെ പ്രസംഗം അവസാനിക്കാന്ന് കണ്ടാൽ അദ്ദേഹം വേഗം പോകും. കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പിടിച്ചുകൊണ്ടുപോകുമോ ഇവിടെ കൂട്ടുന്നൊക്കെ അതൊന്നും നിൽക്കാതെ. പലപ്പോഴും അദ്ദേഹം വരുന്നത് അറിയില്ല. അദ്ദേഹം വന്ന് സ്വകാര്യമായി എവിടെയും പോയി മാറുന്നത് കേട്ട് അദ്ദേഹത്തെ നമ്മളിത് പോയി മൗലവിയൊന്ന് വരി അവിടെ ഇരിക്കാമെന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത്ര
വിനയാന്വിതരായി. അതേപോലെ ഒരു കിതാബ് വായിക്കാൻ വേണ്ടി പോകുകയെന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമായിരുന്നു. എവിടെയും അദ്ദേഹം വരും, എത്ര ദിവസവും ചെലവഴിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കുടുംബസമേതം ഒന്നിച്ച് അദ്ദേഹം ഇവിടെ കോയമ്പത്തൂർ അവിടെ ഒരു ബന്ധുക്കളുണ്ട്, അവിടെ ഒരു വിവാഹത്തിന് പോയി, അവരെ മക്കളും എല്ലാവരും കൂടെ ഉണ്ട്. അന്ന് ഫോണൊന്നുമില്ലല്ലോ. കല്യാണത്തിന് പോയി, അങ്ങനെ കല്യാണ വീട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ മൊഴിയെ കാണാനില്ല. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് അന്വേഷിച്ചു, യാതൊരു യാടും പറഞ്ഞിട്ടുമില്ല, എവിടെ പോയി എന്നറിയില്ല. പിന്നെ അന്വേഷിക്കാൻ ഫോണോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം വരെ ആയിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല. അവസാനം ഇവർ പിന്നെ നാട്ടിൽ തിരിച്ചു പോകുന്നു, നിർവാഹമില്ലല്ലോ. പിന്നീട് 4 ദിവസം കഴിയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് പറ്റി എവിടെ? അപ്പം ഞാൻ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്താ അവിടെ വെക്കാണ്. അപ്പം ഞാൻ നേരെ ഉമറാബാദിലേക്ക് പോയി. ഉമറാബാദ് ജാമ്യയിൽ പോയിട്ട് ലൈബ്രറി പോയിക്കണം. ലൈബ്രറി ചെന്ന് അദ്ദേഹം അവിടുന്ന് കിതാബ് വായിക്കാൻ തുടങ്ങിയപ്പോൾ പോരാൻ തോന്നുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ദിവസങ്ങൾ ചെലവഴിച്ച് കഴിഞ്ഞിട്ട് പോവുകയാണ്. അദ്ദേഹം ദുബൈയിൽ നമ്മുടെ ഷാർജ മുഖാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം UAE ഒരു യാത്ര പോയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ദിനചര്യ കാണാം. രാവിലെ ദുബൈ ദാറുൽ ബിറിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി തുറന്നാൽ മൊഴിയെടുത്തും അവിടെ വന്നാൽ അന്ന് പകൽ സമയം മുഴുവനും രാത്രി ലൈബ്രറി അടക്കുന്നവരെ അവിടെ വന്നിരുന്ന് അവിടുന്ന് കിതാബുകളെടുത്ത് അവിടുന്ന് അങ്ങനെ വായിക്കും. ആ ലൈബ്രറി അടക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് ഇറങ്ങും. പുളിക്കൽ ജാമിയ സലഫിയയിൽ അദ്ദേഹം ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ അദ്ദേഹത്തുമായി സംഗമിക്കൊക്കെ അവിടെ നിന്നാണ്. ജാമിയ സലഫി നമ്മളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നെല്ലിക്കുത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിമുടെയൊക്കെ ഒരു പുസ്തകത്തിൽ ഒരു ഉദ്ധരണി കാണുമ്പോൾ ആ ഉദ്ധരണി തപ്പിപ്പിടിച്ച് ആ ജാമിയ സലഫി ലൈബ്രറിയിൽ നിന്ന് ആ കിതാബ് എടുത്ത് ആ വാള്യൂം പേജൊക്കെ ഇതിൽ നോക്കി മറച്ചുണ്ടാക്കി നോക്കുമ്പോൾ ആ ഉദ്ധരണി താഴേക്കാണ് അബ്ദുൽ ജബ്ബാർ മൗലവിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അടിക്കുറിപ്പോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തഴീക്കോ അവിടെ കാണും. ജാമിയ സലഫി ലൈബ്രറി ഏത് കിതാബ് ഏത് വിഭാഗം കൊടുത്താൽ അവിടെ ജബ്ബാർ മൗലവിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു തഴി ഒരു അനുബന്ധമായി കുറിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിച്ചത് അവിടെ കാണലുണ്ട്. അത്രയേറെ കിതാബുകളുമായി ഇടപഴകുക, കിതാബിൻ്റെ കൂടെ ജീവിച്ച, വീട്ടിൽ വന്നാലും അദ്ദേഹത്തിന് സദാസമയം വായനയായിരുന്നു. കോളേജിൽ വന്നാലും ഒരു പിരീഡ് ഒഴിവുണ്ടെങ്കിൽ പോലും അവിടെ ഇരുന്ന് അദ്ദേഹം വായിക്കുകയായിരുന്നു. അങ്ങനെ അറിവിനെ സ്നേഹിച്ച് കിതാബിനെ കൂടെ സഞ്ചരിച്ച് എപ്പോഴും വായിക്കുക പഠിക്കുക എന്നല്ലാത്ത മറ്റൊന്നും അദ്ദേഹം ഉപദേശിക്കുന്നില്ല. എപ്പോൾ കണ്ടാലും അതേ പറയാനുള്ളൂ. ഉദ്ധരണികൾ അദ്ദേഹത്തെ ആഗ്രഹം. ഒരു കിതാബുണ്ട്, പുതിയ കിതാബ് കിട്ടിയാൽ അപ്പോൾ അദ്ദേഹം നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരും ആ കിതാബ് കാണാൻ വേണ്ടി. ഗൾഫിൽ നിന്ന് വന്ന ഒരു പുതിയ കിതാബ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു നേരെ ബസ്സിന് കയറിയിട്ട് വരും, അതൊന്ന് കാണാൻ വേണ്ടി അദ്ദേഹം വരും. ഞങ്ങളൊക്കെ ഏതെങ്കിലും വിഭാഗത്തിൽ കിട്ടിയാൽ നേരെ മൊഴിൻ്റെ വീട്ടിലേക്ക് ഓടും. കാരണം മൊഴിക്ക് അത്ര സന്തോഷമാണ്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അബൂ ഹയ്യാൻ റഹിമഹുള്ള തഫ്സീർ ബഹർ മൊഴിത്തിൽ നിന്ന് ഒരു ഉദ്ധരണി കിട്ടി, ഈ ആളുകളെ പറ്റിക്കുന്ന പുരോഹിതന്മാരെ കുറിച്ചുള്ള ഉദ്ധരണി. അപ്പോൾ ഞാൻ മൗലിക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുണ്ടോട്ടി തുറക്കലേക്ക് ഞാൻ ബസ്സേരി പോവാണ്. അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് എവിടുന്ന് എങ്ങനെ കിട്ടി, എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം ഭയങ്കര സന്തോഷം പറയുകയാണ്. ഇങ്ങനെ വളരെ ആഴത്തിൽ അറിവിനെ സ്നേഹിച്ച, കിതാബുകളെ സ്നേഹിച്ച, അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വല്ലാത്തൊരു വ്യക്തിയാണ് ജബ്ബാർ മൗലവി. അദ്ദേഹത്തെ പോലെ വ്യക്തിയെ ഞാനതാണ് ജീവിതത്തിൽ കാണുകയും സഹവസിക്കുകയും ചെയ്തിട്ടില്ല എന്ന് എനിക്കതായാലും ഉറപ്പിച്ച് പറയാൻ കഴിയും. അല്ലാഹു അദ്ദേഹത്തെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പിന്നെ ഫോട്ടോ കണ്ടല്ലോ, രണ്ടാളിരുന്നിങ്ങനെ ഇൽമ് തേടി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ. വസ്തുതയിലിപ്പോൾ ഫൈസൽ മൗലവി പറയുമ്പോൾ എത്രയേറെ ഇൽമിനെ സ്നേഹിച്ച ഒരു മഹാമനുഷ്യൻ കാലഘട്ടത്തില്ല. പക്ഷെ അത്ര ആൾക്കാർ ഗുണം പറയണ്ട, എന്നാലും ഈ രൂപത്തിൽ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞാൽ ഒരു കവിത ഉണ്ടല്ലോ, എനിക്ക് ഈ നേരെ അതിങ്ങനെ ഓർമ്മയേതാ. ഒരു കവി പറഞ്ഞില്ലേ, വാലിമു റിമായത്തക്കുല്ല യോമിൻ ഫലമ്മസ്തദ്ദ സായിദുഹു റഹ്മാനി. ഒരാൾ ശിഷ്യന് സ്ഥിരമായിട്ട് അമ്പെയ്ത്ത് പഠിപ്പിച്ചു. അങ്ങനെ ആ കൈയൊക്കെ ശരിയായി നല്ല അമ്പെയ്ത്ത് പഠിച്ചു. ആദ്യത്തെ അമ്പൻ എൻ്റെ നെഞ്ചത്ത് നേരെ. ഒക്കമ്മെല്ലാം തുഹു നദുമൽ ഖവാഫി. അവന് കവിത ഉണ്ടാക്കണ പല രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു. ഫലമ്മാ കാല കാഫിയത്തൻ ഹജാനി. ആദ്യമായിട്ടും കവിത ചൊല്ലുമ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടാണ്. ഇത് നന്ദി കെട്ട മനുഷ്യന്മാരെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ ഇൽമ് തേടിയിട്ട് പിന്നെ അവരെ നേരെ സംഘടന സങ്കുചിതത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ നന്ദികേടിൻ്റെ പര്യായങ്ങളാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അന്നുപോയ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മയും അദ്ദേഹത്തെയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു തആല ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമാണ നിഷേധവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, വ്യതിചലനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ ചർച്ചക്കെടുത്തത്. വലിയ പാഠങ്ങൾ, വലിയ പാഠങ്ങൾ നമുക്ക് ഈ പറയപ്പെട്ട 3 വിഷയങ്ങളിലും ഉണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളോടൊപ്പം നിന്ന് ഖുർആനും സുന്നത്തും സലഫുകൾ അതിനെ മനസ്സിലാക്കിയ രീതിയും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അതിൽ തന്നെ ആയിക്കൊണ്ട് മരണത്തെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കാരണവശാലും പ്രമാണങ്ങൾക്ക് എതിരെ പോകുന്ന, പ്രമാണങ്ങളെ നിഷേധിച്ച് തള്ളുന്ന ആ ഒരു ദുരവസ്ഥ, ആ ഒരു ഷർറ് അത് നമുക്കിടയിൽ വന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധരാകേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. അൽഹംദുലില്ലാ, പ്രൂഫ് പോയിന്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.